ഈ നാട് ഇനി രക്ഷപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ഈ നാട് നശിച്ചു പോവാതിരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നാടിനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്കൊന്നും ഈ നാടിനെ കുറിച്ച് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളൊക്കെ ഏതോ ഒരു സ്വപ്ന ലോകത്താണ്, മൊബൈൽ ഫോണും ബൈക്കും അങ്ങനെയുള്ള സ്വപ്ന ലോകത്ത്, പ്രണയത്തിൻ്റെ ലോകത്ത്. പക്ഷെ അത് അടിസ്ഥാനമായി ഈ പ്രണയവും മൊബൈൽ ഫോണും ബൈക്കും ഒക്കെ എത്ര കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പേടിയില്ലാത്ത ഒരു നാട്ടിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ തൂഫാൻ ഒരു പ്രശ്നമേ അല്ല. പക്ഷേ എൻ്റെ ബാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ മക്കളും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം, എൻ്റെ സ്കൂൾ നിലനിൽക്കണം, ഈ നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന് പറയുന്ന പരിപാടി ജീവൻ മരണ പോരാട്ടമാണ്. അതിനെന്ത് ചെയ്യണമെന്നറിയോ? അതിനാദ്യം നിങ്ങൾക്ക് ഈ പരിപാടിയെക്കുറിച്ച്, അല്ലെങ്കിൽ എന്തിനാണ് രമേശ് ചെന്നിത്തല സാറിൻ്റെ നേതൃത്വത്തിൽ എല്ലാ സംഘടനകളെയും രാഷ്ട്രീയ നേതൃത്വത്തെയും വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വെള്ളിയാഴ്ച 2 പീരീഡ് ഒഴിഞ്ഞു കിട്ടി എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇനി നജീബ് കാന്തപുരം MLA പോലുള്ള തിരക്കുള്ള മനുഷ്യന്മാർ, ഇവരെ മുന്നിലിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ, ഇവർക്കൊന്നും വേറെ ജോലി ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നതെന്നുള്ള അതും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഈ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയും, ഈ നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെ കുടുംബം നിലനിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കുടുംബമാണ് ഇവിടുത്തെ വിഷയം. ഞാൻ ഈ ലഹരിയിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നത് കള്ള്, കഞ്ചാവ്, രാസലഹരി, എക്സ്ട്രാ എന്നതിനെക്കുറിച്ചാണ്. എൻ്റെ വാദം കള്ളും കഞ്ചാവും അല്ല ഇവിടുത്തെ വിഷയം, മൊബൈൽ ഫോൺ അല്ല ഇവിടുത്തെ വിഷയം, പ്രണയമല്ല ഇവിടുത്തെ വിഷയം, ആത്മഹത്യ അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് ആളുകൾ നശിക്കുന്നു എന്ന് ചിന്തിക്കാത്ത സമൂഹമാണ്. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ നിയന്ത്രിക്കുന്നതും ശാസിക്കേണ്ടതും തിരുത്തേണ്ടതും രക്ഷാകർത്താവാണ്. ആ രക്ഷാകർത്താവ് ഈ കുട്ടിയുടെ നാശത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, ഈ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ആ കുട്ടി നശിച്ചു പോകുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങളെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ 3-4 സവിശേഷമായ സ്വഭാവ സവിശേഷതകൾ കൊണ്ടാണ് നിങ്ങളെ ഈ പരിപാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ഈ നാടിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ, നിങ്ങളെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അതിലൂടെ വേണം നമുക്ക് തുടങ്ങാൻ. എൻ്റെ മുമ്പിലിരിക്കുന്ന കുറേ കുട്ടികൾ, വിവിധ സ്കൂളുകളിൽ, വിവിധ മതങ്ങൾ, വിവിധ ജാതികൾ, വിവിധ പേരുകൾ. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. എന്താ സങ്കടം എന്നറിയോ? നിങ്ങൾക്ക് വല്ല ബോധമുള്ളൂ? എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികളെക്കുറിച്ച് ഒരു പോലീസുകാരനായ ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ അറിയോ? മിനിയാന്ന് എൻ്റെ ജില്ലയിൽ 15 വയസ്സുള്ളൊരു ചെക്കനാണ് സ്വന്തം അച്ഛനെ ഹാമർ കൊണ്ട് തലക്കടിച്ച് കൊന്നത്. നിങ്ങൾ ആരെങ്കിലും ആ 15 വയസ്സുകാരനെ കണ്ടോ? തലക്കടിച്ച 15 വയസ്സുകാരനെ കണ്ടിരുന്നോ? ഇല്ല, നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ ആ കുട്ടിയെ കണ്ടതാണ്. ആ മരിച്ചു കിടക്കുന്ന അച്ഛനെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? നിങ്ങളൊന്നും കണ്ടിട്ടില്ല. അച്ഛൻ ആശുപത്രിയിൽ കിടക്കയിൽ നിന്ന് പോലീസിനോട് പറഞ്ഞ വർത്തമാനം എന്താ അറിയോ? എൻ്റെ തലക്കാരും അടിച്ചതല്ല, ഞാൻ വീണതാണ്. പോലീസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കട്ടുമെന്നും അവിടെ നിന്നും വീഴുമ്പോൾ ഇങ്ങനെ റോക്കറ്റ് വീണ പോലെയാണോ വീഴുക? ഇവിടെ അടികിട്ടി പൊളിയണമെങ്കിൽ ഇങ്ങനെ വീഴുന്ന അങ്ങനെ ഒരു വീഴ്ച എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ കണ്ണിൽ നിന്നൊരൊറ്റ കണ്ണുനീർ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അച്ഛൻ കളവ് പറയുകയാണ്. അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് നമുക്ക് മനസ്സിലായത് ഈ ചെക്കൻ പൈസ ചോദിച്ചതിൽ, പൈസ നൽകാത്തതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഈ അച്ഛനെ ഈ കുട്ടി ഹാമർ കൊണ്ട് തലക്കടിച്ചു വന്നത്. താമരശ്ശേരി ലഫാൻ എന്ന് പറയുന്ന ഷഹബാസ് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ കുട്ടിയെ, അവൻ്റെ കൂടെ 6ാം ക്ലാസ്സിൽ മുതൽ പഠിക്കുന്ന കുട്ടികളാണ് വീട്ടിൽ വന്ന് SSLC പരീക്ഷയുടെ തലേ ദിവസം വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് ടൗണിൽ വെച്ച് തലക്കടിച്ചും മുഖത്തടിച്ചും കൊന്നത്. അതിനപ്പുറത്തേക്ക് തൊട്ടപ്പുറത്തേക്കുള്ളൊരു ഒരമ്മയെ പൊന്നുപോലെ പോറ്റിക്കൊണ്ടുവന്ന ഒരു മകനാണ് 96 വെട്ടി കൊന്നത്. ഞങ്ങളുടെ കണക്ക് പ്രകാരം കേരളത്തിൽ ഈ ഒരു കൊല്ലത്തോടു കൂടി 47 കൊലപാതകം നടക്കണമെന്നാണ് ലഹരിയുടെ പേരിൽ. പക്ഷെ നിങ്ങളുടെ മുഖത്ത് അതിൻ്റെ ഒരു പേടിയൊന്നും കാണുന്നില്ല. നിങ്ങളൊക്കെ ഇപ്പോഴും വളരെ സന്തോഷത്തിലാണ്. എൻ്റെ പ്രശ്നം എന്താ അറിയോ? ഈ ലഹരിയെ, ഈ തൂഫാൻ എന്ന വാരിയർ എന്ന് പറയുന്ന പരിപാടി വിജയിക്കണമെങ്കിൽ നിങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ചിന്തിക്കണം എന്നുള്ളതാണ്. നിങ്ങളെ കുടുംബത്തെ പിടിച്ചു കെട്ടാൻ, നിങ്ങളുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിനാദ്യം
കുടുംബം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വിജയിച്ച ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് എൻ്റെ വിഷയം. ഞാൻ ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങളൊക്കെ കുടുംബത്തിലാണോ ജീവിക്കുന്നത്? യെസ് ഓർ നോ? ഒന്നും കൂടി ഒച്ചത്ത് പറ. വെരി ഗുഡ്. വാട്ട് ഈസ് കുടുംബം? എന്താണ് കുടുംബം? കൂടുമ്പോൾ ഇമ്പമുള്ളത്. ഇത്രയും കള്ളത്തരം പറയുന്ന കുട്ടികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഏത് കുടുംബത്തിലാണ് കൂടുമ്പോൾ ഇമ്പമുള്ളത്? നിങ്ങളെ ബാപ്പയും ഉമ്മയും കാണുമ്പോൾ അവയുടെ കണ്ണ ഒരു ചോറ് ഉരുള അങ്ങോട്ട് ഒരു ഉരുള ഇങ്ങോട്ട്, വീട്ടിൻ്റെ മാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കൊക്കുരുമ്മി നിൽക്കുന്നത് പോലെ കൊഞ്ചിക്കുഴയുന്ന ബാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നത് നമ്മുടെ സങ്കല്പമാണ്. കൂടുമ്പോൾ ഇമ്പമുള്ള വീട്ടിലെ കുട്ടി എന്തിനാ അച്ഛനെ തലക്കടിച്ചു കൊല്ലുന്നത്? കൂടുമ്പോൾ ഇമ്പമുള്ള വീട്ടിലെ കുട്ടി എന്തിനാ പാതി വഴിയിൽ ജീവിതം അവസാനിപ്പിക്കുന്നത്? കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിൽ എന്തിനാണ് ഭാര്യ ഭർത്താവിന് ഡൈവേഴ്സ് അല്ലെങ്കിൽ പരസ്പരം ഡൈവേഴ്സായി പിരിഞ്ഞു പോകുന്നത്? കൂടുമ്പോൾ ഇമ്പമുള്ളതാണെങ്കിൽ എന്തിനാണ് പ്രണയത്തിൻ്റെ മറവിൽ ഈ കാട്ടിൻ്റെ കുറ്റിയിൽ പിന്നെ വേണ്ടാത്ത ലോകത്തേക്ക് കുട്ടികൾ സഞ്ചരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതായിരുന്നുവെങ്കിൽ നമ്മൾ ഈ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ശരിക്കും കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതായിരിക്കണമെന്നാണ് സങ്കല്പം. പക്ഷേ എൻ്റെ വീട്ടിൽ, ഞാൻ എൻ്റെ വീടാട്ടോ പറയുന്നത്, എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം. പെരുന്തൽമണ്ണയിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും തമ്മിൽ ഒരു ഇമ്പവും ഇല്ല. ഒരു 1-2 കൊല്ലം ഇമ്പം ഉണ്ടായിരുന്നു. ഇപ്പം കാണുമ്പം ഭൂകമ്പമാണ്. അവിടെയാണ് വിഷയം. നിങ്ങളെ വീട്ടിൽ അങ്ങനെ അവിടെയാണ്. എന്തുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ 10 കൊല്ലം സൈബർ സെല്ലിൽ ജോലി ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നശിച്ചു പോയ ഒരു 15 ജന്മത്തെ ചേർത്ത് പിടിച്ച്, ഈ ലഹരിക്ക് അടിമപ്പെട്ട് നശിച്ചു പോയ 75 കുട്ടികളെ ചേർത്ത് പിടിച്ച്, മൊബൈൽ ഫോണിൻ്റെ ഭ്രാന്ത് വന്ന കുട്ടികളെ ചേർത്ത് പിടിച്ച് ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കി എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെറുപ്പത്തിൽ നശിച്ചു പോയി എന്ന് പഠിച്ചപ്പോൾ 1.5 കൊല്ലത്തെ നിരന്തരമായ ഇവരുടെ ചോദ്യവും ഉത്തരവുമായി നമ്മൾ ഇവരെ പുറകെ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായത്, 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി പ്രണയിക്കുന്നുണ്ട് എങ്കിൽ, 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അത് ആ കുടുംബത്തിലെ അസ്വസ്ഥത കൊണ്ടായിരിക്കണം എന്നാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ബാപ്പയും ഉമ്മയും തമ്മിൽ അടികൂടുന്ന വീട്ടിലെ കുട്ടിയാണ് ലഹരിക്ക് അടിമപ്പെട്ടത്. 98% എൻ്റെ പഠനത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പഠനത്തിൽ. മൊബൈൽ ഫോണിൽ അടിമപ്പെട്ട് നശിച്ചുപോയ മനുഷ്യജന്മങ്ങൾക്ക് വീട്ടിൽ അച്ഛനും അമ്മയും അകന്ന് നിൽക്കുന്ന, അടികൂടി നിൽക്കുന്ന കുട്ടികളുടെ വീട്ടിലെ കുട്ടികളാണ് ഈ മൊബൈൽ ഫോണിന് അടിമപ്പെട്ടത്. ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് നോക്ക്. അച്ഛനും അമ്മയും തമ്മിൽ, വലിയ മക്കളും തമ്മിൽ വല്ലാതെ ബന്ധമുണ്ട് എങ്കിൽ അവനെന്തിനാണ് വാട്സപ്പിലും ഫേസ്ബുക്കിലും സംസാരിക്കേണ്ട ആവശ്യം എന്താ? അച്ഛനും അമ്മയും കാമുകനും കാമുകിയെ പോലെ മക്കളെ പൊന്നുപോലെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് അവൻ ഇൻസ്റ്റഗ്രാമും വേണ്ടാത്ത സോഷ്യൽ മീഡിയയും? വീട്ടിൽ നല്ല ലഹരി അച്ഛനും അമ്മയും തമ്മിൽ ഒരേപോലെ അതിന് ഈ കുട്ടികൾ പറയുന്ന പേര് വൈബ് എന്നാ. വൈബ്. വീട്ടിൽ അച്ഛനോടും ഉപ്പയോടും ഉമ്മയോടൊക്കെ ഇരിക്കുമ്പോൾ കുട്ടിക്ക് വൈബ് ഉണ്ട് എങ്കിൽ എന്തിനാണ് കാട്ടിൻ്റെ അകത്തളങ്ങളിലേക്ക് ഈ പറയുന്ന ലഹരിയുടെ ലോകത്തേക്ക് പോകുന്നത്? അതുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പരിപാടി വിദ്യാർത്ഥികളിലൂടെ സ്വന്തം വീടുകളിൽ നിന്ന് തുടങ്ങണമെന്നുള്ള വളരെ ഗംഭീരമായ ആശയത്തിന് വകവെച്ചുകൊണ്ടാണ് നജീബ് സാറി നിങ്ങളെ വീട്ടിലേക്ക് ഈ പരിപാടിയുമായിട്ട് വരുന്നത്. 1 കൊല്ലം നീണ്ടു നിൽക്കുന്ന സമഗ്രമായ പരിപാടി. എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ഇതിനെതിരെയുള്ള വാര്യറായി മാറിയാൽ ഞാൻ ഉറപ്പ് പറയുന്നു, എൻ്റെ ഹൃദയം തൊട്ട് എനിക്ക് പറയാൻ കഴിയും, നിങ്ങളുടെ വീട്, നിങ്ങളുടെ നാട് ഒരു കാരണവശാലും നശിക്കില്ല. കാരണം നിങ്ങളെ പ്രത്യേകത അങ്ങനെയാണ്. ആ പ്രത്യേകത പറയുമ്പോഴാണ് തൂഫാൻ വാര്യറിൽ നിങ്ങൾ എന്തിനാണ് ഈ ഉച്ച സമയത്ത് നിങ്ങളിവിടെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് മനസ്സിലാവും. പ്രിയപ്പെട്ടവർ, നിങ്ങളെ പേരൊന്നും എനിക്കറിയില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളൊക്കെ ഒരു 20 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിയല്ലേ? 2000-ന് ശേഷം ജനിച്ച മനുഷ്യജന്മങ്ങൾക്ക് നമ്മൾ നൽകിയ പേര് 2K കിഡ്സ് എന്നാണ്. 2K കിഡ്സ് കുറേ കാറ്റഗറി ഉണ്ട്. ആൽഫ, ബീറ്റ, ജെൻ, ജെൻബി, ജെൻസി, അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട്. എൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുന്നത് ജെൻസി കുട്ടികളാണ്. ജെൻസി കുട്ടികളെ നിങ്ങളെ 3-4 സവിശേഷ സ്വഭാവം ഞാൻ പറയുമ്പോൾ അത് കളവാണെങ്കിൽ നിങ്ങൾ എന്നോട് തിരിച്ച് പറയണം, കളവാണെന്ന് പറയണം. ഓക്കെ, പറയുമല്ലോ? പറയുമോ? നിങ്ങൾ മിണ്ടൊന്നുമില്ല? മിണ്ടൂല്ലേ? യെസ് എങ്കിൽ ഞാൻ പറയുന്ന സ്വഭാവം ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയണം. ജെൻസി കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ജെൻസി കുട്ടികൾക്ക് 14 മിനിറ്റിലപ്പുറം ഒരു കസേരമിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ചൂട്, ചൊറിച്ചൽ, പുകച്ചൽ, ഇങ്ങനെ എന്തൊക്കെയോ ഒരു സ്വഭാവം ഉണ്ടാവും. രണ്ടാമത്തെ പ്രത്യേകത, ഇനി എൻ്റെ മുമ്പിലിരിക്കുന്ന പാരൻസായ മനുഷ്യന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 2K കിഡ്സ് അല്ല. നിങ്ങൾക്ക് 14 മിനിറ്റ് അല്ല 45 മിനിറ്റ് ഒരു കൂസലും ഇല്ലാണ്ടിരിക്കാൻ പറ്റും.
ഞാനൊക്കെ 70-80 കിഡ്സാണ്. 45 മിനിറ്റ് എന്ത് തെറി കേട്ടാലും നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കും. അതുകൊണ്ടാണ് നമ്മളെ ക്ലാസ് പീരീഡ് 45 മിനിറ്റ് ആക്കിയത്. ആ കൃഷ്ണൻ മാഷ് സൂപ്പി മാഷെല്ലാം നമ്മളെ വിളിച്ച് തെറിക്കെന്ത് കണക്കുണ്ടാകും. നമ്മൾ കൃഷ്ണൻ മാഷ് സൂപ്പി മാഷൊന്നും കൊന്നില്ലല്ലോ. കാരണം നമ്മൾ ജെൻസി അല്ല, നമ്മൾ 80 കിഡ്സ് എന്ത് തെറി കേട്ടാലും എന്ത് സമ്മർദ്ദമുണ്ടായാലും അതിനെ അതിജീവിക്കാൻ പറ്റും. രണ്ടാമത്തെ പ്രത്യേകത, പുതിയ പാരൻസും ജെൻസി കുട്ടികളും തമ്മിലുള്ള പൊരുത്തമില്ലായ്മക്ക് കാരണം ഈ ജെൻസി കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിയാണെന്നാണ് വെപ്പ്. ഒടുക്കത്തെ ബുദ്ധിയാണ് ഈ കുട്ടികൾക്ക്. ഒരു 60 വയസ്സുള്ള മനുഷ്യൻ്റെ തലച്ചോറിനേക്കാൾ 60% ന്യൂറോൺസിന് കപ്പാസിറ്റി ഉള്ള കുട്ടികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മളെ പോലത്തെ 80 പേരൻസ് വിചാരിക്കും എന്നേക്കാൾ ബുദ്ധി ഈ കുട്ടികൾക്ക് ഉണ്ട് എന്നാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഈ കുട്ടികൾക്ക് ഒടുക്കത്തെ ധൈര്യമാണ്, ഭീകര ധൈര്യമാണ്. പ്രായം കൂടുന്തോറും പേടി കൂടും. മൂന്നാമത്തെ പ്രത്യേകത, ഈ കുട്ടികൾക്ക് ഉപദേശ ലെവലേശം ഇഷ്ടമല്ല. ഉപദേശം കേൾക്കുമ്പം ഭ്രാന്ത. അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ ഉമ്മേനെയും അമ്മേനെയാണ് നിങ്ങൾക്ക് ഏറ്റവും ദേഷ്യം. അമ്മ പറയുന്നത് എന്താ അറിയോ, ഞാനാണ് ഈ കുട്ടികൾ അങ്ങനെ പോറ്റുന്നു, ഭക്ഷണം കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മേനെയും ഉമ്മേനെയും കാണാനേ പറ്റൂല. കാരണം രാവിലെ അമ്മ എഴുന്നേൽക്കുമ്പോൾ ഈ കുട്ടികൾ ഉപദേശത്തോടു കൂടിയാണ് സ്വീകരിക്കുക. നാലാമത്തെ പ്രത്യേകത, ഈ കുട്ടികൾക്ക് നമ്മൾ പറയുക പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാണ്. പക്ഷേ ഈ 2K കിഡ്സിൻ്റെ കള്ളത്തരം കേട്ടാലില്ലേ, ഒറിജിനലിനെ വെല്ലുന്ന കള്ളക്കഥകൾ ഈ കുട്ടികൾ മെനിയും. കാരണം അവരുടെ ശാസ്ത്ര സാങ്കേതിക ലോകത്ത് അവരുടെ റീൽസുകളും സിനിമകളും ഒക്കെ ഇതിനെ സ്വാധീനിക്കും. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം 14 വയസ്സുകാരി പെൺകുട്ടി സ്വന്തം ക്ലാസ് റൂമിലുള്ള 6 ആൺകുട്ടികൾ എന്നെ നശിപ്പിച്ചു എന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി കൊടുത്തത്. ആ 6 ആൺകുട്ടികളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ചോദ്യം ചെയ്ത് SI ഇപ്പോൾ ആകെ പ്രശ്നത്തിൽ നിൽക്കുവാണ്. കാരണം ഒരു കൊച്ചുകുട്ടി, ഇങ്ങനെ മിടുമിടുക്കിയായ ഒരു പെൺകുട്ടി ഒരു പ്രാവശ്യം പോലും കള്ളം പറയുമെന്ന് നമ്മളെപ്പോലുള്ള 80 കിഡ്സ് ചിന്തിക്കുന്നേയില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ എക്സാമ്പിളിലൂടെ തെളിയിച്ചത് നിങ്ങൾക്ക്. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ, ഈ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിയാണെങ്കിലും ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേണ്ടാത്ത ബുദ്ധിയാണ് നിറഞ്ഞു നിൽക്കുക. എന്താണോ ചെയ്യരുതാത്തത് അതാണ് കുട്ടി ചെയ്യുക. അപ്പോൾ തൂഫാൻ എന്ന് പറയുന്ന പരിപാടി വരേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മനസ്സിലാക്കാൻ ഇവിടുത്തെ പേരൻസിനും സമൂഹത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ള. കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വളരെ താലോലിക്കുമ്പോൾ പൊന്നാരിക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഒരു വലിയ ബുദ്ധിയുണ്ട് എന്ന്, ഭയങ്കര ചിന്തകളുണ്ട് എന്ന് ചിന്തിക്കാൻ എനിക്ക് കഴിച്ചു. സിമ്പിളായിട്ട് പറഞ്ഞാൽ, എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെല്ലാം നമ്മളെ വന്ദേ ഭാരത് ട്രെയിനാണ്. ഞങ്ങളൊക്കെ ആ ഗുഡ്സ് ട്രെയിനാണ്. വന്ദേ ഭാരതിൻ്റെയും ഗുഡ്സിൻ്റെയും പ്രത്യേകത എന്താ, വന്ദേ ഭാരത് ട്രെയിനിന് സ്റ്റേഷൻ ഉണ്ടായാലും ലൈറ്റ് ഉണ്ടായാലും അത് നിർത്തുന്നില്ല. അതിന് എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്ത് എത്തണം, അവിടെ നോടി ഇങ്ങോട്ട് തന്നെ പോരണം. ഗുഡ്സ് ട്രെയിനിൻ്റെ പ്രത്യേകത ലൈറ്റും സ്റ്റേഷനൊന്നും വേണ്ട, നിർത്തിയെടുത്ത് ഇങ്ങനെ വന്ന മുദ്ദീനെ പോലെ അവിടെ കിടന്നോളും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രണ്ടും തമ്മിലുള്ള പൊരുത്തക്കേടാണ് കുട്ടികൾ നാശത്തിലേക്ക് പോകാൻ എന്നുള്ളതാണ് എൻ്റെ വാദം. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളാണ് നിങ്ങളുടെ രക്ഷകർത്താക്കളെ ശ്രദ്ധിക്കേണ്ടതും നോക്കേണ്ടതും ഈ നാടിനെ രക്ഷിക്കേണ്ടതും. ഇനി എന്തുകൊണ്ടാണ് ലഹരി എന്ന് പറയുന്ന വിപത്തിന് ഇത്രയേറെ ഭീകരത കൽപ്പിക്കുന്നത്? ഞാൻ കുട്ടികളെ സൈഡിൽ നിന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന ലഹരി എന്ന് പറയുന്ന സാധനം എനിക്കറിയാം. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ എന്തുകൊണ്ട് ലഹരി മക്കളെ നശിപ്പിക്കുന്നു എന്ന ചോദ്യത്തിന് ഒറ്റ എക്സാമ്പിളിലൂടെ ഉത്തരം പറയാം. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളൊക്കെ പറയുന്നത്, സാറേ നിങ്ങളൊക്കെ പറയുന്നത് എൻ്റെ വീട്ടിൽ ലഹരിയില്ല, എൻ്റെ മക്കൾ അങ്ങനെയാണ് പറയുക. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 2018 കേരളം ലഹരിയുടെ ഉപയോഗത്തിൽ 8ാം സ്ഥാനത്തായിരുന്നു. 2025 അത് കയറി വന്ന് 3ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ 2018 8ാം സ്ഥാനത്തുള്ള കേരളം എങ്ങനെ ആദ്യം 3 സ്ഥാനത്തേക്ക് എത്തിയെന്ന് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്താ ചിന്തിക്കാത്തതെന്നറിയോ? നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പം വീട്ടിൽ ആരും ഇതൊന്നും ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. പക്ഷെ എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം കേരളത്തിൽ നിങ്ങളെല്ലാവരും നിങ്ങളെ വീട്ടിലേക്ക് ചിന്തിക്കുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുമോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചാൽ യെസ് പറയുമോ, നിങ്ങൾ നോ പറയുമോ? യെസ് പറയുമോ, നോ പറയുമോ? സാറേ നിങ്ങൾ യെസ് പറയുമോ, നോ പറയുമോ? നിങ്ങളെ വീട്ടംഗങ്ങളിലേക്ക് പോകുമ്പോൾ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കുക. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ സാർ ആരൊക്കെ ആലോചിക്കുക? നമ്മൾ ആലോചിക്കാരാന്നറിയോ? അച്ഛൻ, അമ്മ, അച്ചാച്ചൻ, അമ്മാമ്മൻ, കാരണോറ്, വല്യുപ്പ, അങ്ങനെ ആലോചിക്കുക. ആ വല്യുപ്പയും വല്യച്ഛനും വല്യുമ്മയും മാത്രമായിരുന്നു കള്ളു കുടിക്കുന്നതെങ്കിൽ, സിഗരറ്റ് വലിക്കുന്നതെങ്കിൽ 2018
അതേ ലെവലിൽ തന്നെ 2025 ഈ സാധനമാണ്. തൂഫാൻ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് സ്കോപ്പേ ഇല്ല ഇവിടെ. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയേറെ വളരെ ശക്തമായി ഈ പോരാട്ടം നമ്മൾ നടത്തേണ്ടി വന്നതെന്നുള്ള ചോദ്യത്തിന് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ മനുഷ്യജന്മങ്ങളും പഠിച്ചു വെച്ചോ. 2023 ഡിസംബർ 31 കണക്ക് പ്രകാരം കേരളത്തിൽ ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യൻ്റെ പ്രായം 12 വയസ്സാണ്. അപ്പോൾ നമ്മളൊക്കെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അതാണ്. ഇത് ശരിക്കുള്ളൊരു പോരാട്ടം തന്നെയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്നതെല്ലാം ഒരു 10 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ്. പക്ഷേ എൻ്റെ മുൻനിരയിലിരിക്കുന്ന മനുഷ്യന്മാരൊക്കെ പറയുന്നത് എന്താ അറിയോ, ഇവരെന്തിനാണ് ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നത്, ഇവരോടെന്തിനാണ് കള്ളിനെക്കുറിച്ച് പറയുന്നത് എന്ന് എല്ലാവരും ചോദിക്കുക. അവിടെയാണ് പോലീസും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഈ നാട്ടിൽ ലഹരിക്കെതിരെ എന്തൊരു തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയുന്ന ഒരൊറ്റ സൊല്യൂഷൻ എന്താണെന്നോ സർ, നിങ്ങൾക്ക് പോലീസുകാരൻ്റെ മനസ്സുണ്ടാവണം എന്നുള്ളതാണ്. ഒരു പോലീസുകാരൻ്റെ മനസ്സുള്ള രക്ഷാകർത്താവിന്, ടീച്ചർക്ക് മാത്രമേ ഈ നാടിനെക്കുറിച്ച് ആശങ്കയും ചേർത്ത് പിടിക്കാനുള്ള ആഗ്രഹവും ഉണ്ടാവുള്ളൂ. കാരണം എന്താ അറിയോ, പോലീസുകാരനും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ 23 കൊല്ലമായി പോലീസിലാണ്. ഈ 23 കൊല്ലവും ഞാൻ രാവിലെ 8 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം തിന്മകളാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു നന്മയുമില്ല. ഏതെങ്കിലും ഒരു കല്യാണ നിശ്ചയം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നുണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞ് അടികൂടുന്ന സാധനം പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ചങ്ങായി പൗഡറിലിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട്? ഇല്ല. ശവം വരുന്നുണ്ട്, പോസ്റ്റ്മോർട്ടത്തിന് കഴിഞ്ഞ ശവം. അപ്പം ശവങ്ങളും നശിച്ചതുമായ കുറേ പ്രശ്നങ്ങൾ ദിവസവും കാണുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന എന്താ അറിയോ, എൻ്റെ പോലീസ് സ്റ്റേഷനിൽ കാണുന്ന ഒരു സംഗതിയും എൻ്റെ വീട്ടിലേക്ക് വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ പോലീസ് സ്റ്റേഷനിൽ കാണുന്ന ഒരു സംഗതിയും എൻ്റെ നാട്ടിലേക്ക് വരരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾ കാണുന്നതൊക്കെ വാട്സപ്പിലെ റീൽസുകളിൽ നിങ്ങളെ ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നാടിനെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ മറന്നു പോകുന്നു. അപ്പം അന്തം വിട്ട ബുദ്ധിയുള്ള, ഒടുക്കത്തെ ധൈര്യമുള്ള നിങ്ങളാണ് ഈ നാടിനെ നയിക്കേണ്ടത്. നിങ്ങളാണ് ഈ പ്രതിജ്ഞ എടുക്കേണ്ടത്. ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് 10 വയസ്സുകാരനെ കൊണ്ട് പറയിപ്പിക്കുന്നിടത്താണ് ഈ നാടിൻ്റെ ഭാവി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കേരള ഗവൺമെൻറ് തൂഫാൻ വാര്യറായി എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ 1500-2000 കുട്ടികളോളം ഞങ്ങളോടൊപ്പമുള്ള പോരാട്ടക്കാരായി മാറ്റുമ്പോഴാണ് ഈ നാടും ഈ പ്രദേശവും നമ്മുടെ കേരളവും ലഹരിയിൽ നിന്ന് വിമുക്തമാവുള്ളൂ. ഇപ്പം നിങ്ങളെ ചേർത്ത് പിടിച്ച എന്തിനാണെന്നറിയോ? നിങ്ങളാണ് ഈ ലോകത്തേക്ക്. അല്ലാണ്ട് ഇപ്പോൾ സാറിപ്പോൾ ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുത്തിട്ട് എന്ത് കാര്യമാണ്? സാറേ ഇനിയും ഇങ്ങനെ തന്നെ, ഇപ്പോഴും ഇങ്ങനെ തന്നെ. പക്ഷെ ആ കുട്ടികളെ നശിപ്പിക്കാൻ, അതുകൊണ്ടാണ് കേരളത്തിൻ്റെ പുതിയ DGP അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ ഡ്രഗ് ടെററിസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ലഹരിയിലൂടെ തീവ്രവാദം കേരളത്തിൽ നടക്കുന്നു. 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ആണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ 6 വയസ്സിന് 18 വയസ്സിനുള്ള ഇടയിലുള്ള കുട്ടികളോട് നിങ്ങൾ ഈ ഡ്രഗ് ടെററിസത്തെക്കുറിച്ച് ചർച്ച ചെയ്തോ? അവരോടല്ലേ ചർച്ച ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ഇങ്ങനത്തെ ഒരു സദസ്സ് ഞാൻ ആദ്യമായിട്ടാണ്. എല്ലപ്പോൾ ഒരു 50, 65, 75 വയസ്സുള്ള മനുഷ്യന്മാർ നിന്നിട്ട് പോരാട്ടം കേൾക്കുകയാണ്. അയാളെ BP കൂടി ഹൃദയം പൊട്ടി മരിക്കുക എന്നല്ലാതെ അയാൾക്ക് എന്ത് ചെയ്യാനാണ് കഴിയുക? അപ്പോൾ ഈ പോരാട്ടം കേൾക്കേണ്ടതും ചേർത്ത് പിടിക്കേണ്ടതും 10 വയസ്സിന് മേലെയുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ പോരാട്ടം വിജയിക്കുമല്ലോ എന്ന് ഞാൻ പറഞ്ഞുതരാം. എവിടെ മോളെ, എനിക്ക് എത്ര വയസ്സായി? 14 ഇരിക്കി. ഞാൻ എന്നോട് ചോദിക്കട്ടെ, നമ്മളെ കണക്ക് പ്രകാരം 12 വയസ്സുള്ള കുട്ടി ലഹരി ഉപയോഗിച്ച് തുടങ്ങിയെന്നാണ് പറഞ്ഞു നമ്മുടെ കണക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് കാണുന്നത് കൊണ്ട് എനിക്ക് മോളെ കാണുമ്പോൾ എനിക്ക് സംശയമാണ്. മോളെ ഏതെങ്കിലും സാധനം ഉപയോഗിക്കുന്നുണ്ടാ? ഒന്നും കൂടി ആലോചിച്ച് നോക്ക്. ഇരുന്ന് ആരും കാണണ്ട, ഇരുന്നോ. യെസ്, എൻ്റെ ചോദ്യം ഇതാണ്, മോളെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? കള്ള്, കഞ്ചാവ്? ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറ. മതി, ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കുക കുട്ടിക്ക്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഇതാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം. ആ 12 വയസ്സുകാരി ഈ ലോകത്തേക്ക് ചലിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ടീച്ചേഴ്സും പോലീസും ഗവൺമെൻറ്റുമുള്ള ഒരു ലോകത്ത് നമ്മൾ വിജയിച്ചു. അല്ലാണ്ട് എനിക്ക് ഈ സാറേ നിങ്ങളോട് ഇത് നെഞ്ചത്ത് കൈ വെച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ നാട് നന്നാവോ? ഈ കുട്ടികളെ ശ്രദ്ധിക്കാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നാട് നശിച്ചു. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് നമുക്ക് ഈ മക്കളെ, നിങ്ങളാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
നിങ്ങൾ ഓരോരുത്തരും ഇന്നു മുതൽ നെഞ്ചത്ത് കൈവച്ച് നിങ്ങളല്ല, നിങ്ങളെ നാട്ടിലും വീട്ടിലും ഇത് നടക്കില്ല എന്നുള്ള ഉറപ്പുവരുത്തൽ. അതാണ് വാര്യർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോരാട്ടം നടത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്കാണ് അന്തം വിട്ട ധൈര്യം, ഒടുക്കത്തെ ബുദ്ധി, ഒടുക്കത്തെ ചിന്ത. നിങ്ങളെ രക്ഷാകർത്താക്കൾക്ക് പേടിയാണ്. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ നിങ്ങളിലേക്ക് തന്നെ വീണ്ടും വരാം. നിങ്ങളിപ്പോൾ ഞാൻ ഒരു മദ്യത്തിൻ്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചില ആളെല്ലാം വിചാരിക്കേണ്ട ഞാനിപ്പം കുറേ സംഗതി പറയും, ഇന്ന് തൊട്ടിട്ട് അത് തുടങ്ങാമെന്ന്. ഞാൻ ഈ കള്ളും കഞ്ചാവിനൊന്നുമല്ല എതിര്. പ്രിയപ്പെട്ട കുട്ടികൾ, നിങ്ങൾ സിനിമാ തിയേറ്ററിൽ പോയിട്ടുണ്ടോ? യെസ് ഓർ നോ? വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ സിനിമാ തിയേറ്ററിൽ ഇങ്ങനെ ഒരു പരസ്യം ഉണ്ടല്ലോ, ശ്വാസകോശം. ഒന്ന് ഒച്ചത് പറ, ഒന്നും കൂടി ശബ്ദത്ത് പറ. സ്പോഞ്ച് പോലെയാണ്. വെരി ഗുഡ്. ബോധവൽക്കരണം ആവശ്യമേ ഇല്ല. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് ബോധമുള്ള കുട്ടികളാണ് എൻ്റെ മുമ്പിലുള്ളത്. എങ്കിൽ നിങ്ങൾ സിഗരറ്റിൻ്റെ പെട്ടി കണ്ടിട്ടുണ്ടോ? ആ കെട്ട ശ്വാസകോശത്തിൻ്റെ ചിത്രമുള്ള ഒരു സിഗരറ്റിൻ്റെ പെട്ടി. ആ സിഗരറ്റിൻ്റെ പെട്ടീൻ്റെ താഴെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു കോസസ് ടു. ശരി, ഇനി എന്തിനാണ് സാർ ബോധവൽക്കരണം? ഈ കുട്ടിയൊക്കെ എല്ലാം അറിയാലോ. സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്, കോസസ് ടു ക്യാൻസർ. പുതിയ ക്യാൻസർ സിഗരറ്റിൻ്റെ പെട്ടിയിൽ വന്നിരിക്കുന്നു, കോസസ് ടു സ്ട്രോക്ക്. വടി പോലെ കിടക്കുന്ന, മാരകമായി ഇളകാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനായി സിഗരറ്റ് വലിക്കുന്നവൻ മാറുമെന്ന് ബോധമുള്ള മനുഷ്യജന്മങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത്. ഇനി മദ്യക്കുപ്പിങ്ങൾ കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നാലും റോഡ് മേലെല്ലാം ഇങ്ങനെ ഉരുണ്ടു പോകുന്ന സാധനം കാണുമ്പോൾ അതിൻ്റെ താഴെയും എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചത്? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, മദ്യപാനം ക്യാൻസറിന്. ഇത്രയും മിടുമിടുക്കരായ ബുദ്ധിയുള്ള കുട്ടിയൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാൻ വന്നത്. എന്നാൽ എനിക്ക് കുട്ടികളെ ഒരൊറ്റ കാര്യം ചോദിക്കുകയാണെന്നറിയോ? മോളെ, എനിക്കെത്ര വയസ്സായി? 14 ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. ഇനി ഇതുവരെ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഫ്രണ്ട്സോ കുടുംബക്കാരോ ടീച്ചേഴ്സോ പോലീസോ അങ്ങനെ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടുണ്ടോ? കള്ള് കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ബബിൾ ഗം തിന്നുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇഞ്ചല്ലേ ഇപ്പം പറഞ്ഞത്, ഇത് കുടിച്ചാൽ ചത്ത് പണ്ടാരടങ്ങുന്ന മോള് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി പറയുകയാണ്, ഞാൻ സിഗരറ്റ് വലിക്കുന്നത് കാണുന്നുണ്ട്, ഞാൻ കള്ള് കുടിക്കുന്നത് കാണുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ? ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്. സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് സ്വന്തം വീട്ടിലുള്ളൊരു മനുഷ്യൻ സിഗരറ്റ് വലിക്കുന്നത് നോക്കിയിരിക്കാൻ കഴിയുക? ഒരു മനുഷ്യൻ കള്ള് കുടിക്കുമ്പോൾ ഈ പണ്ടാരക്കാലിൻ്റെ ക്യാൻസർ വരുമെന്ന്, പണ്ടാരക്കാലിൻ്റെ ശ്വാസകോശ സ്പോഞ്ച് പോലെ ആകുമെന്ന് ബോധമുള്ള ഏത് ഭാര്യയ്ക്കാണ് ഭർത്താവിന് കള്ള് കുടിക്കുന്നത് നോക്കിയിരിക്കാൻ കഴിയുക? സുഹൃത്തുക്കൾ ഒന്നിച്ച് സിഗരറ്റ് വലിക്കാൻ എങ്ങനെയാണ് സുഹൃത്തുക്കളുടെ മനസ്സ് സമ്മതിക്കുക? അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇത് വെറുതെ ഒരു കെട്ടുകഥ പോലെ പഠിച്ചു വെച്ചതാണ്. അപ്പോൾ ഈ തിരിച്ചറിവുണ്ടായിട്ടും ആളുകൾ എന്തുകൊണ്ട് 12 വയസ്സുകാരൻ ലഹരിയുടെ ലോകത്തേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ പോരാട്ടത്തിന് തുടങ്ങാൻ. ഓക്കെ, എങ്കിൽ ഞാനൊരൊറ്റ എക്സാമ്പിൾ പറയാം. ഒറ്റ ആൺകുട്ടി മുന്നിലിരിക്കാത്തതുകൊണ്ട് ഈ പെൺകുട്ടികളെ തന്നെ വിളിച്ചിട്ട് ഒരു പിന്നെ എടോ ചങ്ങ യെസ് ഞാൻ ഇരുന്നു ആരും എണീക്കണ്ട. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഇനി വിശ്വസിക്കുന്നുണ്ടല്ലോ. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം, പുകവലി ആരോഗ്യത്തിന് ഹാനികരം, ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്. പക്ഷേ നീ ആര് സിഗരറ്റ് വലിക്കുമ്പോഴും അരുത് എന്ന് പറഞ്ഞില്ല. കാരണം ആ ചങ്ങായിൻ്റെ ശ്വാസകോശം പോയാൽ എനിക്ക് പ്രശ്നമില്ലല്ലോ. എൻ്റെ കൂട്ടുകാരൻ കള്ളു കുടിക്കുമ്പോൾ എൻ്റെ കടൽ അടിച്ചു പോയാൽ എനിക്ക് പ്രശ്നമില്ല എന്നാണോ അർത്ഥം? എന്തുകൊണ്ടാണ് നീ പ്രതികരിക്കാത്തത്? അവിടെ ഒരു വാര്യരായി നീ ഉണരേണ്ടിയിരുന്നില്ലേ? പക്ഷെ ഞാൻ ഒറ്റ എക്സാമ്പിളിലൂടെ ഇപ്പം തെളിയിക്കും എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രശ്നം എന്ന്. ഞാൻ ഇരിക്കില്ലേ? യെസ്, ഈ വാര്യന്മാരെല്ലാം എണീറ്റ് പോവാ ഇത് കേൾക്കുമ്പോൾ. പോരാട്ടം നടത്താൻ പറ്റൂലെന്ന് വിചാരിച്ചു. യെസ് സ്കൗട്ട് എന്നോട് ഞാൻ ചോദിക്കാം. ഇപ്പോൾ സിഗരറ്റും കള്ളുമല്ലേ എനിക്കറിയാം, പേടിക്കും ചത്തുവും എന്നെല്ലാം അറിയാം, അല്ലേ? അറിഞ്ഞൂടെ? എങ്കിൽ ഞാനൊരൊറ്റ എക്സാമ്പിൾ ഞാൻ ഈ സ്റ്റേജിൽ പറയട്ടെ. ഞാൻ ഈ സ്റ്റേജിൽ കുറച്ച് തീ കത്തിച്ചിടും, ശക്തിയുള്ള തീ കത്തിച്ചിടും. ഞാൻ വിറക് കൊണ്ടുവന്ന് ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാട്ടോ. മോൾ എന്ത് ചെയ്യണമെന്നറിയോ? ഓടി വന്ന് ഈ തീയിൽ മലന്ന് കിടക്കണം. ഒന്ന് വരി, ഇവിടുത്തെ തീ കത്തുന്ന് ഒന്ന് മലന്ന് കിടക്കുമോ? എന്തുകൊണ്ട് കിടക്കൂല? പൊള്ളും. 60% പൊള്ളിയാൽ മരിച്ചു പോകും, അല്ലേ? വെരി ഗുഡ്. കണ്ട, ആ കുട്ടിയില്ലേ, ഞാൻ തീ കത്തിച്ചിട്ട് ആ തീയിലേക്ക് മലന്ന് കിടക്കുന്നില്ല, കാരണം കുട്ടി ചത്തുപോകും പോലും. എടാ കുട്ടിയെ, എനിക്ക് ഞാനൊരു എലിവേഷം കൊണ്ടുവന്നിട്ട് ലേശം എനിക്കായിട്ട് കൊണ്ടുവന്നതാണ്. ഞാൻ തന്ന മോള് തിന്നോ ഇല്ലയോ? എന്തുകൊണ്ട് തിന്നൂല?
ചത്തുപോകും അല്ലേ? വെരി ഗുഡ്. ഞാൻ വെറുതെ കൊടുത്തിട്ട് ആ കുട്ടി എലിവേഷൻ തിന്നുന്നില്ല. എലിവേഷൻ തിന്നാൽ ചത്തുപോകുന്ന ആ കുട്ടി പറയുന്നത്. എങ്കിൽ എനിക്ക് ഒരു 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 അവസരം കൂടി തരണം. എടാ കുട്ടിയെ, ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഒരു കമ്പി കഷ്ണം തരും. ഓക്കെ, ആ കമ്പി കഷ്ണം തന്ന മോളെന്ത് ചെയ്യണമെന്നറിയോ? അവിടെ ഉണ്ട് 3 പിൻ പ്ലഗ്, കണ്ടോ അവിടെ ഉണ്ട്. ആ 3 പിൻ പ്ലഗിലേക്ക് മോൾ ആ കമ്പി കഷ്ണം കുത്തി സ്വിച്ച് ഇട്ടിട്ട് ഈ സദസ്സിനെ ഇങ്ങനെ അഭിവാദ്യം ചെയ്യണം. ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റൂല? ചത്തു. അത് ശരി. നിങ്ങൾ ഏത് സിനിമ തിയേറ്ററിലാണ് കുട്ടികളെ കമ്പി കൊണ്ട് പ്ലഗിൽ കുത്തിയാൽ ചത്തുപോകും പണ്ടാരക്കാല എന്ന് പരസ്യം ഏത് സിനിമ തിയേറ്ററിലാണ് കേട്ടത്? എലിവേഷൻ തിന്നാൽ ചത്തുപോകുമെന്ന് ഏത് പോസ്റ്ററിലാണ് നമ്മൾ പോരാട്ടം നടത്തിയത്? നമ്മളെ MLA സാർ അങ്ങനെ ഒരു പോരാട്ടം നടത്തി. എലിവേഷൻ തിന്നാൽ ചത്തുപോകും എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ഇല്ലല്ലോ. ഇലക്ട്രിസിറ്റിയിൽ കമ്പി കൊണ്ട് അല്ലെങ്കിൽ പിടിക്കരുത് എന്ന് ഒരു ബോധവൽക്കരണ ക്ലാസ് നമ്മൾ സംഘടിപ്പിച്ചിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെയൊന്നും ബോധവൽക്കരണം സംഘടിപ്പിക്കാതെ, പോസ്റ്റർ യുദ്ധം നടത്താതെ, സിനിമ ടാക്കീസിൽ കാണാതെ ഈ കുട്ടികൾ ഞാൻ വെറുതെ കൊടുത്തിട്ട് എലിവേഷൻ തിന്നുന്നില്ല എങ്കിൽ, ഞാൻ വെറുതെ കൊടുത്തിട്ട് ഈ കമ്പി കഷ്ണം കൊണ്ട് പ്ലഗിൽ കുത്തുന്നില്ല എങ്കിൽ, കള്ളിൻ്റെ കാര്യത്തിലും മറ്റ് നമ്മളെ ഈ കാര്യത്തിലും എന്താ കുട്ടിക്ക് ഈ പേടിയില്ലാത്തതും ഈ സാധനത്തിന് പേടിയുള്ളതും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ പോരാട്ടം തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഇവരുടെ ശാസ്ത്രീയമായി ഈ വശം മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അവരുടെ ഒടുക്കത്തെ ബുദ്ധിയാണ് ഈ കുട്ടിയേക്ക്. എന്താ കാരണം എന്നറിയോ നിങ്ങൾ? ഈ കുട്ടി ജനിക്കുമ്പോൾ മുതൽ ഈ കുട്ടീൻ്റെ ബാപ്പയും ഉമ്മയും തീയിൽ കിടന്ന് തുള്ളുന്നത് ഈ കുട്ടികൾ കണ്ടിട്ടില്ല. ഈ കുട്ടിയുടെ ബാപ്പയും ഉമ്മയും അധ്യാപകരും സുഹൃത്തുക്കളും എലിവേഷം ആര് കൊടുത്താലും വാങ്ങി തിന്നുന്നത് കുട്ടി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഈ പ്രായത്തിൽ ഈ കുട്ടിക്ക് എലിവേഷൻ കാണുമ്പോൾ പേടിയാണ്, ഇലക്ട്രിസിറ്റി കാണുമ്പോൾ പേടിയാണ്, തീ കാണുമ്പോൾ പേടിയാണ്. കാരണം ചൊട്ടയിലെ ശീലം ഇത്രയും നല്ലൊരു നാട് ഞാൻ ആദ്യമായിട്ട് കാണണം. എല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയിക്കണമെങ്കിൽ എപ്പോഴും തുടങ്ങണം? 15 വയസ്സുകാരനോട് ഇനി അരുത് എന്ന് പറഞ്ഞാൽ തിന്നു തുടങ്ങിയവൻ പറയും പൊടാന്ന് പറയും നമ്മളോട്. അപ്പോൾ ചൊട്ടയിലെ ശീലം. അതുകൊണ്ട് എനിക്ക് ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മുമ്പിലിരിക്കുന്നതൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള കൂടുതൽ ആളുകളാണ്. കൃത്യമായ ചട്ടക്കൂടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലേ? മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത എന്താ? എല്ലാ ആളുകളും വെള്ളിയാഴ്ച ഉച്ചക്ക് പള്ളിയിൽ എന്തായാലും പോവും, നിർബന്ധമാണത്. ശരിയാണോ തെറ്റാണോ? 5 പ്രാവശ്യം നിസ്കരിക്കും, നൊയമ്പ് കൃത്യമായിട്ട് എടുക്കുമല്ലോ. എങ്ങനെയാണ് സാധിക്കുന്നത്? നിങ്ങൾ പറയാമെന്ന് അറിയോ? മദ്രസ പഠനം എന്നാ നമ്മളെ പോലത്തോല് പറയുക. മദ്രസ പഠനത്തിൽ മറ്റെന്തെല്ലാം പഠിപ്പിക്കുന്നുണ്ട്? ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം, ലഹരി ഉപയോഗിച്ചാൽ നശിച്ചു പോകും, അങ്ങനെയുള്ള എത്രത്തോളം മഹത്വചനങ്ങൾ എഴുതി വെച്ചതാ ഖുർആൻ എന്ന് പറയുന്ന ആ മഹത്തായ ഗ്രന്ഥം. അതൊന്നും അനുകരിക്കാതെ ഈ പള്ളിയും ഈ പ്രാർത്ഥനയും ഇതൊക്കെ എങ്ങനെയാണ് കുട്ടി അനുകരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അനുകരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ജനിച്ചു വളരുന്നത് മുതൽ നിങ്ങളെ ബാപ്പയും ഉമ്മയും സുഹൃത്തുക്കളും പള്ളിയിൽ പോകുന്നത് ഈ കുട്ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ശക്തമായ എന്ത് പ്രലോഭനങ്ങൾ വന്നാലും ആ തീരുമാനത്തിൽ കുട്ടിയുടെയും നിങ്ങളുടെയും മാറ്റമില്ലാത്തതിന് കാരണം നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ്. അപ്പോൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം എങ്ങനെ തുടങ്ങണമെന്നാണ്, എങ്ങനെ തുടരണമെന്നാണ് നമ്മൾ ആഗ്രഹം? നിങ്ങളുടെ വീടുകളിൽ നിന്ന്, മക്കളുടെ മുമ്പിൽ നിന്ന് ഇതൊരു ഭീകര വസ്തുവായി ബാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ടീച്ചേഴ്സും സമൂഹവും കാണുന്നിടത്ത് മാത്രമേ ഈ പോരാട്ടം വിജയിക്കുകയുള്ളൂ. ഇപ്പോഴെന്താ 2026 എന്താ ഇങ്ങനെ പോരാട്ടത്തിന് തീവ്രത കൂടാൻ കാരണം? അതിന് തീവ്രത കൂടാൻ കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള ലഹരി എന്ന് പറയുന്നത് കള്ളാണ്, കഞ്ചാവാണ്, എക്സ്ട്രാ സാധനമാണ്. ഇപ്പോൾ കുട്ടികളെ നിങ്ങൾക്കറിയാം, കള്ള് കുടിച്ചാൽ എന്ത് സംഭവിക്കും സാർ? കള്ള് കുടിച്ച ഒരാളെ കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ കള്ള് കുടിച്ചാൽ വന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എങ്ങനെ മനസ്സിലാവും? മണക്കും അല്ലേ? അല്ലെങ്കിൽ ഞാൻ ആടും. സിഗരറ്റ് വലിച്ചാൽ മണക്കും, അല്ലെങ്കിൽ ശ്വാസകോശ സ്പോഞ്ച് പോയാൽ ആയിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാണ് ചങ്ങായിൻ്റെ ശ്വാസകോശം ഏകദേശം സ്പോഞ്ചായി നിന്ന്. അപ്പോൾ കള്ള് കുടിച്ചവനെ കണ്ടാൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റും, സിഗരറ്റ് വലിച്ചവനെ കണ്ടാൽ മാറി നിൽക്കാൻ പറ്റും. പക്ഷേ നമ്മൾ നടത്തുന്ന ഈ പോരാട്ടമുണ്ടല്ലോ, തൂഫാൻ ദ വാരിയർ ഹണ്ട് എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തേണ്ടി വരുന്നത് ഈ സിഗരറ്റിനെതിരെ, കള്ളിനെതിരെ, കഞ്ചാവിനെതിരെ നമുക്ക് ചികിത്സാ രീതികളൊക്കെ വളർത്തിക്കൊണ്ടുവന്നത് കൊണ്ട് ഒരു കള്ള് കുടിക്കുന്ന മനുഷ്യൻ നമുക്ക് കൃത്യമായ ചികിത്സയിലൂടെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. സിഗരറ്റ് വലിക്കുന്നത് ഒരു അസുഖമാണ്, മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. WHO പറഞ്ഞിട്ടുണ്ട്, ഇതൊരു അസുഖമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കള്ള് കുടിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നതുപോലെ ആ മനുഷ്യൻ നിങ്ങൾ ആരെങ്കിലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ പങ്കെടുക്കുക?
സ്വന്തം അച്ഛൻ കള്ളു കുടിക്കുമ്പോൾ എങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കുക എന്നല്ലാതെ ആരെങ്കിലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവരൊക്കെ ചികിത്സ തേടി തിരിച്ചു വരാനുള്ള അവസരമുണ്ട് അല്ലേ? എങ്കിൽ കൊറോണയ്ക്ക് ശേഷം കേരളത്തിൻ്റെ മണ്ണിൽ വന്ന മറ്റൊരു ലഹരിയുണ്ട്. അതിൻ്റെ പേര് ഡിജിറ്റൽ ലഹരി എന്നാ, രാസലഹരി എന്നാ. രാസലഹരിയെക്കുറിച്ച് 2K കിഡ്സും ജെൻസിയും നമ്മളെ പോലെ 80-70 കിഡ്സും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഈ ഭീകരത മനസ്സിലാക്കി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ കുട്ടികളെയും ഈ നാടിനെയും നമുക്ക് നഷ്ടപ്പെടും. അത്രയേറെ ഭീകര രാക്ഷസ ലഹരിയുടെ പേരാണ് രാസലഹരി. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ് ഇത്രയേറെ വളരെ സജീവമല്ലാതെ ഇങ്ങനെ പാസീവായിട്ട് കേൾക്കുന്നതിന് കാരണം എന്താ അറിയോ? ഇതെൻ്റെ ജീവിതത്തെ നശിപ്പിക്കില്ല എന്നുള്ള അഹങ്കാരം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഗവൺമെൻറ്റിന്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതാരിലേക്ക് എപ്പോഴാണ് കടന്നു വരിക എന്നുള്ളത് പ്രവചിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് കള്ള് എന്ന് പറയുന്ന സാധനം ഞാൻ തന്നെ കുടിക്കണ്ടേ സാർ? നിങ്ങൾ എന്തെന്നെ നിർബന്ധിച്ചിട്ടും കാര്യമില്ല, എൻ്റെ തൊണ്ടയിൽ കൂടി ഇത് ഇറങ്ങണം വേണ്ടേ? എന്നാലേ ഞാൻ കള്ള് കുടിച്ചതായിട്ട് ആവുള്ളൂ. സിഗരറ്റ് നിങ്ങൾ എനിക്ക് എന്ത് നിർബന്ധിച്ചാലും എന്നെ കൊണ്ട് വലിപ്പിക്കാൻ കഴിയും. ഞാൻ വലിച്ചാൽ മാത്രമേ സിഗരറ്റിൻ്റെ എഫക്റ്റ് എന്നിലേക്ക് വരൂ. ശരിയാണോ തെറ്റാണോ? പക്ഷെ രാസലഹരി നിങ്ങളറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ കടന്നുകൂടും. അതുകൊണ്ടാണ് DGP അദ്ദേഹം പറഞ്ഞത് 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ബാഗും ശരീരവും പാരൻസ് പരിശോധിക്കണം. മുഖ്യമന്ത്രി അതിനെതിരെ അന്നൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു പത്രലേഖനം ചോദിച്ച്, കുട്ടികളുടെ ബാഗ് പരിശോധിക്കാൻ അച്ഛന് കഴിയുമോ എന്ന്. സ്വന്തം കുട്ടിയുടെ ബാഗും ശരീരവും പരിശോധിക്കാൻ ഒരു രക്ഷകർത്താവിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുക? സ്വന്തം മക്കളെ ചേർത്ത് ഇന്ത്യൻ നിയമം വളരെ വ്യക്തമായി പറയുന്നു, 18 വയസ്സ് വരെയുള്ള മനുഷ്യൻ്റെ പേര് കുട്ടി എന്നാണ്. ആ കുട്ടിയെ നിയന്ത്രിക്കാൻ, അവനെ ശാസിക്കാൻ, തിരുത്താൻ ചങ്കൂറ്റമുള്ളവനാണ് പാരൻസ്. 13 to 19 ടീനേജേഴ്സ്, കൗമാരപ്രായക്കാർ, ശരീരത്തിൽ ഒട്ടേറെ രാസമാറ്റങ്ങൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ മാറ്റം വരുന്ന പ്രായം. പണ്ടത്തെ കാരണവന്മാർ പറഞ്ഞു തൊട്ടാൽ പൊട്ടുന്ന പ്രായം. അവരെ നിയന്ത്രിക്കണമെന്ന് വൈദ്യശാസ്ത്രം പറയുന്ന ലോകത്താണ് നമ്മളൊക്കെ കുട്ടിക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് അത് പറത്തി വിടുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഒരു ബാലാവകാശ കമ്മീഷനും കുട്ടീനെ പറത്തണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. കുട്ടിയുടെ അവകാശങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് കുട്ടിയെ പോറ്റണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ മിസ്യൂസ് ചെയ്യണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ മക്കളെ നമുക്ക് കാത്ത് സംരക്ഷിക്കണം. നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ മക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പേടിയില്ലാത്തെന്ന് അറിയോ? ഞാൻ എൻ്റെ സ്റ്റേഷനിൽ ട്രാഫിക് ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം അവിടെ അങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഡ്യൂട്ടി നിൽക്കുന്ന ആ ചുമരിൻ്റെ മേലെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ഒരു UP സ്കൂൾ. 4 മണിക്ക് ജയഹേ എന്ന് പറയുമ്പോൾ കുട്ടി ബാഗ് എടുത്ത് ഓടുന്ന കാഴ്ച എൻ്റെ വടകരയിലെല്ലാം ഇപ്പോഴും കാണാം. ബസ്സൊന്നും എല്ലായിടത്തൊന്നും ഇല്ല. ഒരു കുട്ടി ഇങ്ങനെ റോഡിലൂടെ ഓടി വരുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയോ? എൻ്റെ മുമ്പിലെത്തിയപ്പോൾ കുട്ടിയുടെ ബാഗിൻ്റെ ക്ലിപ്പ് അങ്ങ് തുറന്നു പോയി. എൻ്റെ മുമ്പിൽ ആ കുട്ടിയുടെ ബാഗിൽ നിന്നൊരു പൊതി, ഒരു ഭക്ഷണപ്പൊതി പോലത്തെ ഒരു പൊതി താഴെ വീണ്. ഞാൻ ആ കുട്ടിയുടെ ബാഗിൽ നിന്ന് വീണ പൊതിയില്ലേ എടുത്ത് കുട്ടിക്ക് കൊടുക്കുമ്പോൾ കുട്ടി പെട്ടെന്ന് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ നേരെ നോക്കിയപ്പോൾ ഈ കൈ തട്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൊതി താഴെ വീണുപോയി. അത് വീണതും അതൊരു കല്ലിൽ പൊട്ടിയിട്ട് പൊതി അങ്ങ് പൊട്ടിപ്പോയി. ആ പൊതിയിൽ നിന്ന് താഴേക്ക് വീണ സാധനം കണ്ടിട്ട് എനിക്ക് വിറച്ചിട്ട് വയ്യ. കാരണം എന്താ പറയുക, ഇത് എന്താ പടച്ചോനെന്ന്. പക്ഷെ ആ കുട്ടി ചിരിച്ചോണ്ട് എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ കുട്ടീനെ നോക്കി, ഈ സാധനം നോക്കി. കുട്ടിക്ക് ഈ സാധനം എന്താണെന്ന് മനസ്സിലായിട്ടേ ഇല്ല. ആ താഴെ ചെതറി വീണ സാധനം 1.25 കിലോ കഞ്ചാവായിരുന്നു. ഒരു 6ാം ക്ലാസ്സുകാരുടെ ബാഗിൽ നിന്ന്. നമ്മൾ ആ കുട്ടിയോട് ചോദിച്ചല്ല കുട്ടിയെ ഇതെന്താ മോളെ ബാഗിൽ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്കറിയില്ല പോലീസ് അങ്കിൾ, ആ ഏട്ടൻ തന്നതാണ്, ആ ഏട്ടന് കൊണ്ടു കൊടുക്കണം. ഞാൻ ചോദിച്ചു മോളെ നിനക്ക് എന്താണ് ആ ഏട്ടൻ ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞെന്നറിയാം, ദിവസം ഒരു സിൽക്കി ബാർ മുട്ടായി വാങ്ങിച്ചു തരും. ഇത് 5-8 മാസമായി. ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം കുട്ടിയുടെ ബാഗിൽ നിന്ന് കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ കുട്ടീൻ്റെ പേരൻസിനെ വിളിപ്പിക്കണം. നമ്മൾ പേരൻസിനെ വിളിപ്പിച്ചു. പേരൻസിനെ വിളിപ്പിച്ചപ്പോൾ ആ പേരൻസ് അങ്ങ് വരുന്നൊരു കാഴ്ചയുണ്ട്. ഇപ്പോഴും എൻ്റെ മനസ്സിലായി. ആ അമ്മയെ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എന്താ അറിയോ, പോലീസിനെ തെറി വിളിച്ചുകൊണ്ടൊരു വരവാ. എൻ്റെ മോൾ അപ്പോൾ പോലീസ് പിടിച്ച് എൻ്റെ ഭർത്താവിന് 1.25 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. ഞാൻ ചോദിച്ചല്ല, അതിന് ഞാനിപ്പോൾ എന്താ വേണ്ടത്? നിങ്ങളെ ഭർത്താവിന് 1.25 ഉണ്ടെങ്കിൽ എനിക്ക് അതിലും ശമ്പളം ഉണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, അതിലും കുറവാണ്. ഞാനും പറഞ്ഞങ്ങനെ. അമ്മ പറയും എൻ്റെ മോള് വീനേക്കാളും വലിയ 2 എണ്ണം എൻ്റെ വീട്ടിലുണ്ട്. അതിന് ഞാൻ പറഞ്ഞു ഞാനതിന് ഉത്തരവാദിയല്ല. ഞാനെല്ലാം ലഘൂകരിച്ച് പറഞ്ഞപ്പോൾ ഈ അമ്മ പറഞ്ഞു, ഈ പോലീസ് നാശം പിടിച്ച ജന്തുക്കളാണ്, ഈ നാടിൻ്റെ ഒരു ബോധവും ഇല്ലാത്ത
എൻ്റെ വീട്ടിലെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഹിഡൻ അജണ്ട ഉണ്ടാക്കുന്ന പോലീസുകാരാ നിങ്ങളൊക്കെ സസ്പെൻഡ് ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം ഏതാണെന്നറിയോ? ആ 6ാം ക്ലാസ്സിൽ അന്തം വിട്ട ഒടുക്കത്തെ ബുദ്ധിയുള്ള ആ പെൺകുട്ടി പറയുന്നുണ്ട്, അമ്മ അതെൻ്റെ ബാഗിൽ നിന്നാണ് അങ്കിളിന് കിട്ടിയത്. ആ ഏട്ടൻ എത്രയോ കാലമായി എൻ്റെ ബാഗിൽ വെക്കുന്നു. അപ്പോൾ അമ്മ ഈ കുട്ടീനെ അങ്ങോട്ട് തിരിച്ചു നിർത്തിയിട്ട് വാ പൊത്തിയിട്ട് പറഞ്ഞ വർത്താനം എന്താ അറിയോ? മിണ്ടല്ല, മൂത്തോളെ കല്യാണം റെഡിയാവാനായിന്, എൻ്റെ ബാഗിൽ നിന്ന് കഞ്ചാവ് കിട്ടിയെന്ന് പറഞ്ഞാൽ കല്യാണം മുടങ്ങും. ശരിക്കും ആ കുട്ടിക്ക് ഈ ചൊട്ടയിൽ എന്താ അമ്മ നൽകിയ പാഠം? ബാഗിൽ ഇങ്ങനെ കഞ്ചാവ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ മിണ്ടരുത്. പോലീസുകാർ പിടിക്കുമ്പോൾ പോലീസിനെ തെറിവിളിക്കണമെന്നുള്ള ചൊട്ടയിലെ ശീലം ആ മകൾക്ക് പകർന്നു നൽകിയിട്ട് അമ്മയുടെ മകൾ എവിടെ എത്തും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതേസമയം പോലീസിന് ഏതെങ്കിലും മക്കൾ നശിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? പോലീസുകാർ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോലീസ് ആ കേസ് ശരിക്കും മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ ചെയ്യുക. അപ്പോൾ പോലീസിൻ്റെ കോൺഫിഡൻസ് തകർക്കുന്നത് എന്തിനാണ്? ഈ കുട്ടിയുടെ ബാഗിൽ ഈ കഞ്ചാവ് ഇട്ടെന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ആർക്കെങ്കിലും മനസ്സിലായോ? എന്തിനാണ് സാർ ബാഗിൽ കഞ്ചാവ് ഇട്ടത്? ഈ പോലീസുകാരൻ്റെ മുമ്പിലൂടെ ലഹരി കടത്തുവാൻ ഏറ്റവും നല്ല മീഡിയ ചെറിയ കുട്ടികളുടെ ബാഗാണ്, ശരീരമാണ് എന്ന് ബോധമുള്ള ഒരു ലഹരി മാഫിയയും. എൻ്റെ മകൻ്റെ ശരീരത്തിൽ ഇതൊന്നുമില്ല, എൻ്റെ മക്കൾ ഇത് ഉപയോഗിക്കില്ല എന്നുള്ള അതിയായ അമിതമായ ആത്മവിശ്വാസമുള്ള രക്ഷാകർത്താക്കളും പോലീസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആരാണ് ഇവിടെ വിജയിക്കുക? സിസ്റ്റമാണോ വിജയിക്കുക? കുട്ടിയാണോ ഉമ്മയാണോ? ആരാണ് വിജയിക്കുക? ഇവിടെ വിജയിക്കുന്നത് ഉമ്മയും കുട്ടിയും പോലീസും അല്ല, ഇവിടെ വിജയിക്കുന്നത് ലഹരി മാഫിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ മക്കളുടെ ബാഗ് നിങ്ങൾ ദിവസവും പരിശോധിക്കണം. രണ്ടാമത്തെ, എൻ്റെ നാട്ടിൽ കഴിഞ്ഞ ദിവസം 8ാം ക്ലാസ്സിലെ കുട്ടികൾ 5 ബസ്സിലായി ഊട്ടിയിലേക്ക് ടൂറ് പോകുമ്പോൾ പോലീസ് ആ 5 ബസ്സും തടഞ്ഞു വെച്ചപ്പോൾ നാട്ടുകാരും അധ്യാപകരും കുട്ടികളും പോലീസിനെ വിളിച്ച തെറി കേൾക്കണങ്ങൾ. ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ പൈസ കൊണ്ട് ടൂറിന് പോകുന്നതിന് പോലീസുകാരാ നിനക്കെന്തിനാ ചൊറി എന്നാ ആ സ്കൂളിലെ മാഷ് ചോദിച്ചത്, അറിയോ നിങ്ങൾ? പക്ഷേ പോലീസ് ആ ബസ്സിലേക്ക് ഇരച്ചു കയറി മുഴുവൻ പരിശോധിച്ച് നോക്കിയപ്പോൾ 8ാം ക്ലാസ്സിലെ കുട്ടിയുടെ ബാഗുകളിൽ നിന്ന് നമുക്ക് കിട്ടിയത് 40 കുപ്പി മദ്യമായിരുന്നു. അപ്പോൾ 8ാം ക്ലാസ്സിലെ കുട്ടീനെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ഊട്ടിയിലേക്ക് പോകുന്ന ബസ്സിനെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. ആ പേടി എൻ്റെ മുമ്പിലിരിക്കുന്ന പേരൻസിനും ടീച്ചേഴ്സിനും ഇല്ല. കുട്ടികൾക്ക് നിങ്ങൾക്കും എനക്കും പേടിയില്ലേ? കുട്ടിക്ക് പേടി ഉണ്ടാവുമോ? അവർ കാണുന്നത് സ്വർഗതുല്യമായ ലോകമാവുമ്പോൾ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാത്തിടത്തോളം കാലം അവർ തെറ്റുകളിലേക്ക് സഞ്ചരിക്കുമെന്നുള്ള തിരിച്ചറിവ് കേരള ഗവൺമെൻറ്റിനും കേരള പോലീസിനും ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ ജാതിമത വ്യത്യാസമില്ലാത്ത രാഷ്ട്രീയക്കാരെയും ഈ സാംസ്കാരിക നായകന്മാരെയും വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ദ നാർക്കോ ഹണ്ട് തുഫാൻ എന്ന് പറയുന്ന പരിപാടിയുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനഘട്ട പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ പോലീസ് തോറ്റുപോയാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മനുഷ്യ ജന്മത്തിനും കസേരമിലും മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് ഓർമ്മിച്ചവിടെ വെച്ചോളി. നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരുത്തമുണ്ടല്ലോ, അത് ഈ ലോകത്തിലെ ഇന്ത്യയിലെ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അല്ലാണ്ട് നിങ്ങളെ പൈസേൻ്റെയും നിങ്ങളെ തറവാടിൻ്റെയും അഹങ്കാരത്തിലാണോ കസേരമിൽ ഇരിക്കുന്നത്? നിങ്ങളെ വീട്ടിൽ കള്ളൻ കയറാത്തത് എന്തുകൊണ്ടാണ്? പൂട്ട് നല്ലതായതുകൊണ്ടാണ്? അല്ല, നിയമത്തിൻ്റെ പോലീസിൻ്റെ ശക്തിയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ആ പോലീസുകാരന് ശക്തി കുറഞ്ഞു പോയാൽ നമ്മുടെ നാട് നശിച്ചു. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഈ പുതിയ ലഹരിയെക്കുറിച്ചിട്ടുള്ളൊരു ബോധം ഇന്നു മുതൽ മനസ്സിലുണ്ടാവണം. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? കണ്ടിട്ടുമില്ല. എന്നിട്ട് ഈ പോരാട്ടത്തിന് അറിഞ്ഞിട്ടുണ്ടോ ഇങ്ങനൊരു സാധനം ഇവിടെ ഇറങ്ങിയത്? അതിനെന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ പത്രം വായിക്കണം. പത്രം കണ്ടിട്ടുണ്ടോ? രാവിലെ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരുത്തം വന്ന് ചാടുന്നൊരു സാധനം ഇല്ലേ? അതൊന്നും എടുക്കണം നിങ്ങൾ കേട്ടോ, ഒന്നും പേടിക്കേണ്ട. അത് എടുക്കുമ്പോൾ ഇങ്ങനെ തുറക്കാം. അതിൽ കറുത്ത കുനുകുനാന്നുള്ള അക്ഷരങ്ങളുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് വാർത്ത. ഞാൻ 1-2 വാർത്തകൾ നിങ്ങളോട് പറയാം. ലഹരിയുമായി ബന്ധപ്പെട്ട രാസലഹരിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും പറയേണ്ടുന്നൊരു കാര്യം എന്താ അറിയോ? കോഴിക്കോട് കഴിഞ്ഞ ദിവസം അവിടെ ഒരു പാർക്കുണ്ട്. പാർക്കിൻ്റെ പേരൊന്നും ഞാൻ പറയാം, ഇനി അതെല്ലാം പറഞ്ഞിട്ട് എൻ്റെ പേരിൽ കേസെടുക്കണ്ട നിങ്ങൾ. ആ പാർക്കിൽ 17 വയസ്സുള്ള ഒരു 5-6 കുട്ടികൾ ദിവസവും വന്നിരുന്ന് ഇങ്ങനെ ലഹരിയും ബബിൾഗും ഒക്കെ ഇങ്ങനെ തിന്നും പോലും. അങ്ങനെ തിന്ന് ഒരു ദിവസം ഇവർ തമ്മിൽ അങ്ങ് തെറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയോ? 5 പേരും ഒരുത്തൻ ഒറ്റക്കും 5 പേര് ഇപ്പുറത്തും. ഈ 5 പേരും കൂടി ഇവനെ അവിടെ ഒരു പോരാട്ടത്തിൽ ഈ 5-ാമനെ ഇവരെന്ത് ചെയ്യുന്ന ഒരു ചളിയിൽ ജീവനോടെ ചവിട്ടി താഴ്ത്തി.
കഴിഞ്ഞ 8ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ച് ഡിഗ്രി വരെ എത്തിയ കുട്ടികളാണ് അതിൽ ഒരുത്തനെ ചവിട്ടിത്താഴ്ത്തിയത് ഇവരാരോടും പറഞ്ഞില്ല. ആ കുട്ടി വീട്ടിലെത്താതായപ്പോൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. 1.5 കൊല്ലമായി പോലീസ് ആ പരാതിയായിട്ട് നടക്കുന്നത്. അവസാനം മറ്റൊരു കേസിൽ ഇതിലുള്ളൊരു പ്രതിയെ കിട്ടിയപ്പോൾ, ഒരു പ്രതിയായി വന്നപ്പോൾ അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, പണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളൊരു ചങ്ങാതിയെ ചവിട്ടിത്താഴ്ത്തിയിരുന്നു. ആദ്യം ആരും വിശ്വസിച്ചില്ല, പക്ഷേ പോലീസിന് ആര് പറയുന്നു വിശ്വാസമാണ്. ആ ചളി മാന്തി നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 1.5 കൊല്ലം 2 കൊല്ലം പഴക്കമുള്ളൊരു സ്കെൽട്ടനാണ്. പരിശോധിച്ച് നോക്കുമ്പോൾ ഇവരെ ചങ്ക് ബ്രോ. രണ്ടാമത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടുള്ളൊരു അഫാൻ എന്ന് പറയുന്ന 23 വയസ്സുകാരനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പ്രശ്നം എന്താ അറിയോ, എൻ്റെ സ്റ്റേഷനിൽ കാണുന്ന സംഗതികൾ എൻ്റെ വീട്ടിലേക്ക് വരുമോന്നില്ല. എനിക്ക് 9ാം ക്ലാസ്സിലൊരു മോളുണ്ട്. ആ മോള് ഇങ്ങനെ അഫാനെ പോലെ അഫാൻ കൊന്നത് 9ാം ക്ലാസ്സിലൊരു മോനെയാണ്. വായിച്ചിട്ടില്ല നിങ്ങൾ? അഫാൻ 23 വയസ്സിലെ ചങ്ങാതി ആരൊക്കെയാണ് കൊന്നത്. ഇപ്പം എനിക്ക് പേടിയുണ്ട്. ഞാനും ഭാര്യയും തമ്മിൽ വഴക്ക് കൂടുമ്പോൾ ചില പ്രശ്നത്തിൻ്റെ പേരിൽ എന്നോട് അവളെ കൊന്നുപോകും എന്നുള്ളൊരു പേടിയുണ്ട്. ഇനി ഓളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ എന്നെ കുത്തുമോ എന്നുള്ളൊരു പേടി എനിക്കും ഉണ്ട്, ഓക്കുമോ, രണ്ടാക്കും പേടിയുണ്ട്. അതുകൊണ്ട് ഞാനൊരു അകൽച്ച എപ്പോൾ ഉണ്ടാവും. അടിപൊട്ടുമ്പോൾ നമ്മളിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഓർമ്മ വരുന്നതുകൊണ്ട് നമ്മൾ മാറി നിൽക്കും. പക്ഷേ അഫാൻ ഒരാളെ മാത്രമല്ല കേട്ടോ കൊന്നത്. അഫാൻ ആദ്യം കൊല്ലാൻ ശ്രമിച്ചത് എൻ്റെ ഉമ്മയാണ്. സിനിമയിൽ കാണുന്ന പോലെ ഉമ്മക്ക് തലക്കടിയിട്ടപ്പോൾ ഉമ്മ ഊരി ആ റൂമിൻ്റെ സൈഡിൽ വീണപ്പോൾ ഇവൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചു ഉമ്മ. ഞാനതൊരു വലിയ ഇതായിട്ട് പറയുന്നില്ല. അതെപ്പോഴാണ് നമ്മളെ വീട്ടിലേക്ക് വരിക എന്നുള്ള ആശങ്ക പങ്കുവെക്കുകയാണ് ഞാൻ. അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് 18 വയസ്സൊരു അന്തം വിട്ട ബോധമുള്ള ചേർത്ത് പിടിക്കേണ്ടുന്ന ഒരു അമ്മയെ കൊല്ലാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആരെങ്കിലും? നമ്മൾ ആരൊക്കെ കൊല്ലാൻ തോന്നുന്നുണ്ട്, നമ്മൾ കൊല്ലുമോ? എന്താ കൊല്ലാത്തത്? നമുക്ക് തിരിച്ചറിവ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ കള്ള് കുടിച്ചാൽ പോലും തിരിച്ചറിവുണ്ടാവും. പക്ഷേ ഈ സാധനം പുതിയ ഡിജിറ്റൽ ലഹരി ഉപയോഗിച്ചാൽ തിരിച്ചറിവ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, മനുഷ്യകുലമേ ഉണ്ടാവില്ല. അതാണ് ഈ തൂഫാൻ കൊടുങ്കാറ്റ് പറഞ്ഞിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് ആട്ടി ഓടിക്കണം എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ഒരു കൃത്യമായൊരു സംഗതി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ഇന്ന് മുതൽ സംശയത്തോടു കൂടി നോക്കണം. ഇതിലാരും നന്നാവുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഈ ക്ലാസ് കേട്ടിട്ട്. പക്ഷേ ഈ സാധനം കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു വെള്ളപ്പൊടിയാണ്. വെള്ളപ്പൊടി എല്ലാവർക്കും അറിയാമല്ലോ. കൽക്കണ്ടി കണ്ടിട്ടുണ്ടോ? കൽക്കണ്ടി ഒരു കൽക്കണ്ടി പോലെ ഉണ്ടാവും ഇത്. നിങ്ങൾ ഈ കർപ്പൂരം കണ്ടിട്ടുണ്ടോ? കർപ്പൂരം പോലെ ഉണ്ടാവും. ഇല്ലെങ്കിൽ പഞ്ചസാരയില്ല, നമ്മൾ പഞ്ചസാര ചായയിലൊഴിക്കുന്ന പഞ്ചസാര ഇങ്ങനെ അതൊരു 3-4 തരി ഒട്ടിച്ച പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ മുഖത്തിടുന്ന പൗഡർ, ഇതിന് വ്യക്തമായ രൂപമൊന്നുമില്ല, ഒരു ക്രിസ്റ്റൽ കളർ ഒരു രൂപത്തിലുള്ളൊരു സാധനമാണ് ഇത്. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കില്ലല്ലോ. കാരണം അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് വളരെ സിമ്പിളാണ്, ഉപയോഗിക്കാനും വളരെ സിമ്പിളാട്ടോ. ഇതിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിന് ഒരു ഗ്രാമിന് 2500 മുതൽ യൂറോപ്പിൽ 45,000 ഉറുപ്പ്യ വരെ വിലയുണ്ട്. എൻ്റെ നാട്ടിൽ 7ാം ക്ലാസ്സുകാരൻ ഇത് ഉപയോഗിച്ചപ്പോൾ അമ്മയെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു, നിങ്ങളെ മോൻ്റെ കയ്യിൽ നിന്ന് ഇത് കിട്ടിയല്ലോ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞതെന്നറിയോ, തിന്നാൻ തന്നെ വഹിച്ചില്ല പോലീസേ. എന്നിട്ട് 2500ൻ്റെ പൊടി 7ാം ക്ലാസ്സിലെ ചെക്കൻ തിന്നുന്നു. നിങ്ങൾക്കും അങ്ങനെ ഒരു സംശയമില്ല? 7ാം ക്ലാസ്സിലെ ചെക്കൻ ഇത് തിന്നുമോ എന്നുള്ള പേടി നിങ്ങൾക്കില്ലേ? ഇത് നിങ്ങളെ മക്കളോ ഒറ്റക്ക് തിന്നുന്നതല്ല. ഇത് ശരിക്കും ഒരു ഗ്രാമിനാണ് കേട്ടോ, ഒരു കിലോനല്ലേ കേട്ടോ ഞാൻ 2500 പറഞ്ഞത്, ഒരു ഗ്രാമിനാണ്. അതുകൊണ്ട് തന്നെ പൈസ സമ്പാദിക്കാനുള്ള മാർഗമായിട്ടാണ് ഇതെല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ ആ പൈസ സമ്പാദന മാർഗം നാടിനെ നശിപ്പിച്ചിട്ടാണെന്നുള്ള സാമൂഹ്യ ബോധമുള്ളൊരു മനുഷ്യൻ അത് ചെയ്യാൻ പറ്റില്ല. ആ ബോധമാണ് തൂഫാൻ ഉപയോഗിക്കുന്നതിനെ കൊല്ലുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉപയോഗിക്കുന്ന മനുഷ്യനെ തിരിച്ചു പിടിക്കാനും ഇതിൻ്റെ സ്രോതസ്സിനെ കണ്ടെത്തി നശിപ്പിക്കാനുമുള്ള പദ്ധതിയാണ് തൂഫാൻ. ഓക്കെ, അല്ലാണ്ട് ഉപയോഗിക്കുന്ന അങ്ങനെ കൊന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ഇതെങ്ങനെയാണെന്നറിയാം, ഇതൊരു മൈക്രോ മില്ലി, അതായത് ഒരു നഖത്തിൻ്റെ ഉള്ളിൽ പെടുന്നൊരു പൊടി മതി നമ്മുടെ ശരീരത്തിലെത്തിയാൽ മതി 48 മണിക്കൂർ അതിൻ്റെ സന്തോഷത്തിൽ പറക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു പറക്കുവാനുള്ളൊരു മുട്ടില്ലേ? ഒന്ന് പറന്ന് നോക്കാം. ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം കൂട്ടുകാർ ഇങ്ങനെ എങ്ങനെയാണ് കഞ്ചാവ് കുട്ടികളിലേക്ക് വരുന്നത്? കൂട്ടുകാരൻ പറഞ്ഞു, ഒന്ന് വലിച്ചോക്കടാ, പറക്കും. ഇനി എന്ത് പൊട്ടനാടാ വലിക്കടാ എന്ന് പറയുമ്പോൾ ചെക്കൻ പിന്നെ ഞാൻ കൂട്ടൂല എന്നൊക്കെ പറയുമ്പോൾ വലിച്ചു തുടങ്ങും. അത് ശരിക്കും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ പഠിച്ചൊരു ചെക്കൻ്റെ മോൻ ഇത് വലിച്ചിട്ട് നശിച്ച് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് വലിച്ചു കൂട്ടി കൊണ്ടുവന്നു ഈ ചെക്കനെ. എനിക്കൊരാളെ കിട്ടിയ ആവേശത്തിൽ ഞാനവനെ ഉപദേശിച്ചിട്ട് അങ്ങ് കൊന്ന്. ഞാൻ നോക്കുമ്പോൾ ചങ്ങായി നല്ലോണം എൻ്റെ ഉപദേശം ഇങ്ങനെ കേൾക്കുന്നുണ്ട്.
അപ്പം ഞാൻ അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു കാരണം ജയിച്ചല്ലോ, അവൻ എൻ്റെ കൂടി വരുന്നുണ്ടല്ലോ. ഒരു 25 മിനിറ്റ് എൻ്റെ ഉപദേശം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓൻ എന്നെ വിളിച്ചാണേ രംഗീഷ് ഏട്ടാ എന്നാണ് വിളിച്ചത്. രംഗീഷ് ഏട്ടാ, ഞാൻ പറമോനെ നിങ്ങൾ പറഞ്ഞെല്ലാം ഞാൻ കേട്ടില്ലേ? ഞാൻ പറഞ്ഞു കേട്ട്, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. ഞാൻ പറഞ്ഞു കേൾക്കാലോ, ഇനി പറഞ്ഞോളി. നിങ്ങളില്ലേ ഇതൊരു വലിച്ചിട്ടൊരു പുകവിട്ടിട്ട് ഉപദേശിച്ചില്ലേ, അതിൻ്റെ ഒരു ഇത് വേറെയാ വേണോന്ന് എന്നോട്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതൊരു പ്രാവശ്യം ഉപയോഗിച്ച ചങ്ങായി ഉപദേശിക്കുന്നവനോട് പറയും ഇനി വലിച്ചിട്ടൊന്ന് വിട്ടിട്ട് വേണം എന്നെ ഉപദേശിക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതാണ് കഞ്ചാവ്. അവനൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നു, അവൻ തിരിച്ചു വരും, അത് ഉറപ്പാണ്. പക്ഷേ ഈ രാസലഹരി ഒരു പ്രാവശ്യം ചുണ്ടിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു തിരിച്ചു വരവില്ല. ഇതൊരു മിഠായിമിലോ ഐസ്ക്രീമിലോ ഭക്ഷണത്തിലോ എങ്ങനെയെങ്കിലും ഒന്ന് ഉള്ളിൽ ചെന്ന് കിട്ടിയാലേ പറക്കും നമ്മൾ. പക്ഷെ ഈ പറക്കലിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഭയങ്കര സുഖമായി. ഇത് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ കുറച്ചാളല്ലേ ഇത് ഉപയോഗിച്ചിട്ട് ഇരുന്ന പോലെ തോന്നുന്നുണ്ട്. ഭാര്യയെ സ്നേഹിക്കുന്നവൻ ഇത് ഉപയോഗിക്കുന്നവൻ ഭാര്യയെ സ്നേഹിച്ചു കൊല്ലും, പ്രണയിക്കുന്നവൻ പ്രണയിച്ചങ്ങോട്ട് മരിക്കും. ഇനി ലോകകപ്പ് ഫുട്ബോൾ ആയതുകൊണ്ട് മെസ്സിനെ ഇഷ്ടപ്പെടുന്നോ മെസ്സിനെ എങ്ങനെ കൊണ്ട് നടക്കും. നെയ്മറാണെ പറയണ്ട. പക്ഷേ ഇതിനൊരു തകരാറുന്ന പശുവിനെ ഇഷ്ടമുള്ളവൻ പശുവിനെ മേച്ച് മരിക്കും. രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയം അൾട്ടിമേറ്റ്ലി രാഷ്ട്രീയം, മതമാണെങ്കിൽ എക്സ്ട്രീം മതം. പറഞ്ഞ മനസ്സിലായില്ലേ? പക്ഷെ ഒരൊറ്റ തകരാറ് മാത്രമേ ഇതിനുള്ളൂ. ഞാൻ മെസ്സിയെ ആരാധിക്കുന്ന ചങ്ങാതിയാണെങ്കിൽ എന്നോട് നെയ്മറെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ അറുത്തു മാറ്റും. ഞാൻ ഭാര്യനെ നല്ലോണം പ്രണയിക്കുന്ന ഒരു ചങ്ങായിയാണെങ്കിൽ ഇത് ഉപയോഗിച്ചാലേ ഒരു 6 മാസമാകുമ്പം ഭാര്യ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെങ്കിൽ ഓള എനിക്ക് സംശയമായിരിക്കും, സ്ക്രീൻഷോട്ട് അയച്ചാന്ന് പറയും. പക്ഷേ വീണ്ടും എന്നെ പറ്റിക്കുന്നു എന്ന് തോന്നിയാൽ വെട്ടിയിൽ ഉപദേശമൊന്നുമില്ല, വെട്ട്. നിങ്ങളെ മലപ്പുറത്താണല്ലോ ഏറ്റവും നല്ല, നിങ്ങൾക്ക് വാട്സപ്പൊന്നുമില്ല, നിങ്ങൾ പിന്നെ എന്തെന്നാ ഈ നോക്കിയത്? ഈ രാസലഹരിൻ്റെ ഏറ്റവും എക്സ്ട്രീം വേർഷൻ നടന്ന മലപ്പുറത്തല്ലേ? ആ 17 വയസ്സുകാരൻ, ആ മെസ്സിൻ്റെ ആരാധകൻ ഈ സാധനവും തിന്നിട്ട് ഇങ്ങനെ മുട്ടായും തിന്ന് വരികയല്ലേ ഇങ്ങനെ. അപ്പോൾ വാമോസ് അർജൻറ്റീന, വാമോസ് അർജൻറ്റീന. പക്ഷേ ഈ മെസ്സിൻ്റെ പ്രത്യേകത എതിരെ വരുന്ന നീല കളറെല്ലാം മെസ്സി ആയിട്ടാണ് തോന്നുക. ഇവനിങ്ങനെ നടന്നു വരുമ്പോൾ ഇല്ലേ ഒരു നീല ബസ് ഇങ്ങനെ വരുമ്പോൾ ഓൻ വിചാരിച്ച് മെസ്സി അതാ ബോളും തട്ടി വരുന്നതെന്നാ. ഇങ്ങനെ ഇവൻ പറയും വാമോസ് അടി മെസ്സി കമോൺട്രാ എന്ന് പറയുമ്പോൾ ഇല്ലേ പെട്ടെന്ന് വലത്തേ സൈഡിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ ഇങ്ങോട്ട് കയറി, മഞ്ഞ ഓട്ടോറിക്ഷ. മഞ്ഞ ഏതേനു? നെയ്മർ. നമ്മളെ മെസ്സി അന്തം വിട്ട് രാസലഹരി പറഞ്ഞു നെയ്മറെ കള്ള, ഇനി എൻ്റെ മെസ്സിൻ്റെ ബോളിഞ്ഞ് പിടിച്ച് വരച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ഞാൻ മരിച്ചാലേ എനിക്ക് കിട്ടുന്നു. ഇവനെന്താ ചെയ്തതെന്ന് അറിയുമ്പോൾ എതിരെ വരുന്ന ബസ്സിൻ്റെ നേരെ ഓടി തല കൊണ്ട് ബസ്സിനൊരൊറ്റ കുത്ത്. അതേ ബൗണ്ട് ചെയ്തവൻ തിരിച്ച് ഓട്ടോറിക്ഷൻ്റെ മുമ്പിൽ വീണപ്പോൾ ജഗതി എണീക്കുന്ന പോലെ തന്നെ എണീറ്റിട്ട് നെയ്മറോട് പറയാ എൻ്റെ മെസ്സിൻ്റെ ബോൾ എനിക്ക് കിട്ടുകയല്ല, ഞാൻ ഹെഡ് ആയിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട്, അവനിപ്പം ഗോളടിക്കും. പണ്ടാരക്കാലം മരിച്ചില്ലേ? ഏതെങ്കിലും ഒരു തിരിച്ചറിവുള്ള ചങ്ങായി 40 കിലോമീറ്റർ വരുന്ന ബസ്സിനെ കൊണ്ടുപോയി തല വെട്ടുമോ? വെക്കുമോ? വെക്കും. രാസലഹരി വെക്കും. അതുകൊണ്ടാണ് കേരളത്തിൽ 586 പ്രണയ കൊലപാതകം നടന്നത്. പ്രണയ കൊലപാതകം അങ്ങനെ നടക്കാൻ പറ്റുമോ? 5-6 കൊല്ലം പ്രണയിക്കുന്ന ഏതെങ്കിലും ഒരാളെ കൊല്ലാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാനല്ല എൻ്റെ ഭാര്യനെ എത്ര കൊല്ലം കൊല്ലണോ? നമ്മൾ കൊന്നിട്ടില്ലല്ലോ, എന്താ കൊല്ലാൻ കഴിയാത്തത്? പക്ഷേ ഈ രാസലഹരിയുടെ പ്രത്യേകത, ഞാൻ പ്രണയിക്കുന്ന പെണ്ണ് മറ്റൊരു ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ പെട്ടു എന്ന് തോന്നുമ്പോൾ ഇവന് സഹിക്കാൻ കഴിയില്ല, കൊന്നളി. അത് തന്നെയല്ലേ 17 വയസ്സുകാരനാ ആ ചളിയിൽ മറ്റവനെ പൂഴ്ത്തിയത് എന്തിനാ? ഈ 5 ആളുടെ എതിരായിട്ട് 6ാമത്തെ ഒരാൾ ഇത്രയും ചങ്ക് ബ്രോസ് പറഞ്ഞപ്പോൾ അവനെ വെട്ടിമാറ്റി ചവിട്ടി താഴ്ത്തി. ഞാൻ കണ്ട ഏറ്റവും ഭീകരമായ മറ്റൊരു രാസലഹരിയുടെ ഭീകരത, 4 വയസ്സുള്ള ആര്യ എന്ന് പറയുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയോട് അച്ഛൻ പോയി പറഞ്ഞു ചിരിക്കുമോളെ ചിരിക്ക്. ചിരിയെ ഇഷ്ടപ്പെടുന്ന അച്ഛൻ ഈ 4 വയസ്സുകാരനോട് കൈമുട്ടി ചിരിക്കാൻ പറഞ്ഞപ്പോൾ 4 വയസ്സുകാരി ചിരിച്ചില്ല. എന്താ അച്ഛൻ ചെയ്തതെന്നറിയോ? അപ്പുറത്തെ കൊല്ലൻ്റെ ആലയിൽ പോയി ഒരു മഴ ഉണ്ടാക്കി കൊണ്ടുവന്ന് അമ്മയുടെ ചുമലിൽ കിടക്കുന്ന ഈ 4 വയസ്സുകാരുടെ തല അറിഞ്ചം മുറിഞ്ചം കുത്തിക്കളഞ്ഞു. 4 വയസ്സുള്ള സ്വന്തം ശരീരത്തിൽ പിറന്ന ഒരു കുട്ടിയെ അങ്ങനെ തലച്ചോറ് ചിതറിച്ചിട്ട് കൊല്ലാൻ ഒരു അച്ഛന് കഴിയുമോ? കഴിയും. രാസലഹരി ഉപയോഗിച്ചാൽ കഴിയും. ഞാൻ എൻ്റെ ഏറ്റവും വലിയ വേർഷൻ ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുമ്പം കണ്ടതാണ്.
പ്രണയ കൊലപാതകത്തിൽ ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരും നാട്ടുകാരും കുട്ടികളും എല്ലാവരും ഉള്ള സദസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് പെട്ടെന്ന് പോലീസുകാരിൽ എണീറ്റ് അങ്ങ് പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു, ഞാനും പോലീസല്ലേ, ഞാനും പുറകെ ഓടി. അവർ വള്ളിയായി എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു വീട്ടിൽ നിന്ന് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ ഒരു മനുഷ്യൻ ഏറ്റവും സുരക്ഷിതമായി ഉറങ്ങേണ്ടുന്ന ബെഡ്റൂമിൽ 22 വയസ്സുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി അവളുടെ കഴുത്തറത്ത് തലയാണെൻ്റെ മേലെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ദേഷ്യം കൊണ്ടങ്ങനെ തല അറുത്ത കുട്ടീനില്ലേ, അങ്ങനെ ദേഷ്യം തീരാതെ വലത്തെ കൈപ്പത്തി വെട്ടിമാറ്റി നെഞ്ചത്ത് വെച്ചിരിക്കുന്നു. ആ വീട്ടിൽ നിന്ന് അത് കാണണ്ടായിരുന്നു എന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ആ വീട്ടിലുള്ള നാട്ടുകാർ പറഞ്ഞത് എന്താ അറിയോ, ഇവർ തമ്മിൽ 8 കൊല്ലമായി പ്രണയത്തിലായിരുന്നു എന്ന്. അങ്ങനെ 8 കൊല്ലമായി പ്രണയത്തിലായ ഒരാളെ കൊല്ലാൻ പറ്റുമോ? പറ്റും. രാസലഹരി ഉപയോഗിക്കുന്ന മനുഷ്യൻ. അപ്പം നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ ചങ്ങായി 2-3 പ്രാവശ്യം ഇവളെ വിളിച്ചപ്പോൾ ഫോൺ എൻഗേജ്ഡ് സൗണ്ട് ആയതുകൊണ്ട് തിരിച്ച് വന്ന് വീട്ടിലേക്ക് വന്ന് എത്തി നോക്കുമ്പോൾ ഇവൾ വേറെ ഏതോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട പ്രതിഷേധത്തിനാണ് ആ ചങ്ങാതിയെ കൊന്നുകളഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വീട്ടിൽ ഇനി നമ്മൾ 1.5 വയസ്സുള്ള ചെക്കൻ തിരുവനന്തപുരത്ത് അച്ഛൻ എന്താ ചെയ്തത്, 2 കൈയും പിടിച്ച് തിരിച്ച് ഒടിച്ചു കളഞ്ഞ്. 3 ആഴ്ച ഡോക്ടറെ കാണിക്കാതെ ആ വീട്ടിൻ്റെ ഉള്ളിൽ ആ 1.5 വയസ്സുകാരൻ നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നടക്കാൻ പറ്റുമോ? അവസാനം ആ കുട്ടി മരിച്ചപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ കണ്ട കാഴ്ച, ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ജനനേന്ദ്രിയമാണ്. ആ ജനനേന്ദ്രിയത്തിൽ ഈ അച്ഛൻ 32 മുറിവുകളാണ്, മത്തി വാർന്നതുപോലെ അവൻ്റെ ജനനേന്ദ്രിയം മുറിച്ചു വെച്ചിരിക്കുന്നത്. പോലീസ് ഇൻക്വസ്റ്റിൽ 94 മുറിവുകളാണ് നമ്മൾ എണ്ണിയെടുത്തത്. ഏതെങ്കിലും ഒരു അച്ഛൻ 1.5 വയസ്സുള്ള കുട്ടിയെ അങ്ങനെ കൊല്ലാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണെങ്കിൽ 15 വയസ്സുകാരൻ പൈസയ്ക്ക് ചോദിച്ചിട്ട് പൈസ തരാത്തതിന് ഒരച്ഛനെ കൊല്ലാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഡിജിറ്റൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ഏറ്റവും ഈ അഫാൻ്റെ മരണത്തിന് ശേഷം എത്ര രക്ഷാകർത്താക്കളാണ് പോലീസ് സ്റ്റേഷനിൽ വരുന്നത്, എൻ്റെ മകൻ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചുകൊണ്ട് എലത്തൂരുള്ളൊരമ്മ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞില്ലേ, പോലീസെ എൻ്റെ ജീവൻ രക്ഷിക്കണം, ഈ ചങ്ങാതിയെ, എൻ്റെ 28 വയസ്സുള്ള മഹാനായ എൻജിനീയറെ നിങ്ങൾ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടോ ജയിലിൽ കൊണ്ടുപോയിട്ടോ എന്നെ രക്ഷിക്കണം. ആ അമ്മയ്ക്ക് എൻജിനീയർ ആയതുകൊണ്ട് ഇവനിങ്ങനെ ലഹരി ഉപയോഗിക്കുന്നത് മനസ്സിലായിട്ടേ ഇല്ല. പക്ഷെ അവൻ പൈസക്ക് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നപ്പോൾ, കഞ്ചാവ് കേസ് പെട്ടപ്പോഴൊക്കെ ഇവൻ്റെ അമ്മ ഇവന് പൈസ കൊടുത്ത് കേസ് ഇറക്കി കൊണ്ടുവന്നപ്പോഴും അമ്മ വിചാരിച്ചില്ല ഇവൻ ഇങ്ങനൊരു ഭീകരനായ രക്ഷസിനെ പോലുള്ളൊരു ചങ്ങാതിയെ തിന്നുന്നുണ്ട്. അവസാനം ഒരു ദിവസം പൈസ കൊടുക്കാതായപ്പോൾ കൊടുവാളെടുത്ത് നിൽക്കുമ്പോഴാണ് അഫാൻ എന്ന് പറയുന്ന ചെക്കൻ്റെ പത്രങ്ങളിലൂടെ വന്ന വാർത്ത കണ്ടിട്ട് അമ്മ പറഞ്ഞത്, എൻ്റെ മോനും അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലാണെന്ന്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു രക്ഷാകർത്താക്കൾക്കും ഈ ഒരു ഗതികേട് ഉണ്ടാവരുത്. അത് മക്കളെ പോറ്റാത്ത കേടല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നിങ്ങളെന്താ ഒന്നും ചോദിക്കാത്ത? ഈ 6 വയസ്സിലെ 5 വയസ്സിലെയും കുട്ടീനെ എന്തിനാണ് ഇങ്ങനെ ഇത് വെറുതെ കൊടുത്ത് ശീലിപ്പിക്കുന്നത്? നിങ്ങളെന്താ ചോദിക്കാത്തത്? ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഇതൊരു പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ചുണ്ടിൽ പെട്ടാൽ 48 മണിക്കൂറിൻ്റെ ഹാങ് ഓവർ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ സാർ. 48ാമത്തെ മണിക്കൂറിൽ അതേ അളവിൽ ഈ സാധനം ചുണ്ടിൽ പെട്ടാൽ പ്രശ്നമില്ല. 48ാമത്തെ മണിക്കൂറിൽ വീണ്ടും ഇത് ചുണ്ടിൽ വന്നില്ല എങ്കിൽ വിഡ്രോവൽ സിൻഡ്രത്തിൻ്റെ ഭാഗമായി ഇവൻ വയലൻ്റ് ആവും. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അത് കിട്ടിയേ പറ്റൂ. കിട്ടിയില്ല എങ്കിൽ അവൻ സൂയിസൈഡ് ചെയ്യും. പറഞ്ഞ മനസ്സിലായോ എൻ്റെ ഭവിഷ്യത്ത്? അതേസമയം കിട്ടിയാൽ ഒരു ലക്ഷണവും കാണിക്കില്ല, വളരെ ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസ്സി, റൊണാൾഡോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളെ മക്കളെ നല്ലോണം നിരീക്ഷിക്കണം. ഇപ്പം ഞാനൊരു ഒറ്റ എക്സാമ്പിൾ പറയാം. മാഡം, എനിക്ക് നിങ്ങളോട് പ്രണയം തോന്നിയെന്ന് വിചാരിച്ചോ, വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഐ ലവ് യു എന്നൊന്നും ഞാൻ എഴുതണ്ട, അടിക്കുകയും വേണ്ട. ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മുട്ടായ്മയിൽ ഒരു നുള്ളിത് പുരട്ടിയിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് തരും ഞാൻ. ബാക്കി എന്ത് സംഭവിക്കുന്നു പറ സാർ? 48ാമത്തെ മണിക്കൂർ വരെ നിങ്ങളിങ്ങനെ പറക്കും. 48ാമത്തെ മണിക്കൂറിൽ ഇത് വേണം, ഇങ്ങനെ ഭയങ്കര ഭീകരത വരും, എന്തൊക്കെയോ ചെയ്തു കൂട്ടും. പക്ഷേ ഇത് കിട്ടാതെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തായാലും ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു കൊലപാതകം വീട്ടിൽ നടക്കും. എത്രാമത്തെ മണിക്കൂറിൽ? 48 hours. നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടും മാഡം? നിങ്ങൾക്ക് എൻ്റെ വീടറിയോ? എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഉണ്ടാവും നിങ്ങൾ. അതാണ് ഇതിൻ്റെ ശക്തി. പറഞ്ഞ മനസ്സിലായോ? പ്രണയത്തിൽ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്നത് എങ്ങനെയാ? നമ്മൾ കാണാത്ത വിചാരിക്കാത്ത പെൺകുട്ടിയും വിചാരിക്കാത്ത ആൺകുട്ടിയും എങ്ങനെയാണ് ഇങ്ങനെ പറക്കുന്നത്?
ഇത് കൊടുക്കാൻ എളുപ്പമാണ്. ഇതിന് ജാതിയില്ല, മതമില്ല. ഇതിന് മനുഷ്യൻ എന്ന് പറയുന്ന തലച്ചോറ് 48ാമത്തെ മണിക്കൂറിൽ തലച്ചോറ് റീസെറ്റ് ആവുന്ന ഭീകരൻ്റെ പേരാണ് രാസലഹരി. ഇതിനെതിരെ ഗവൺമെൻറ് പോരാട്ടത്തിന് ഇറങ്ങിയില്ല എങ്കിൽ, നിങ്ങൾ പോരാട്ടത്തിന് ഇറങ്ങിയില്ല എങ്കിൽ പിന്നെ ആരാണ് ഇറങ്ങുക? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളൊക്കെ ഇന്നും ഇങ്ങനൊരു സംഗതിയെക്കുറിച്ച്. അതുകൊണ്ട് ആൺകുട്ടികൾ, ടീച്ചേഴ്സും പാരൻസും ഒക്കെ ശ്രദ്ധിച്ച കുട്ടികളെ ആര് തരുന്ന മുട്ടായിയും ആര് തരുന്ന ഭക്ഷണവും ആര് തരുന്ന ലിഫ്റ്റൊന്നും വാങ്ങിച്ച് വെക്കരുത് നിങ്ങൾ. ഒരു ഭീകരത. അപ്പോൾ എല്ലാവരും പറയും A+ ഇല്ലേ കുട്ടി. പല രക്ഷകർത്താക്കളും പറയും A+ ഇല്ലേ കുട്ടിക്ക്, എൻ്റെ കുട്ടിക്ക് ബുദ്ധിയില്ലേ, തിരിച്ചറിവില്ലേ എന്നൊക്കെ ചെയ്യും. പക്ഷേ ഇതൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറയാനും പറ്റില്ല കേട്ടോ. ഒരു നാട്ടിൽ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടെ വരണം, ആ ഒരു വീട്ടിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ബിരിയാണി ആറ്റം കിട്ടുമെന്ന് വിചാരിച്ച് പോയതാ. നോക്കുമ്പോൾ ആ വീട് ആ നാട്ടിലുള്ള 10ാം ക്ലാസ്സിൽ ഏറ്റവും മിടുമിടുക്കനായി ജയിച്ചു വന്നൊരു കുട്ടിയുടെ വീടായിരുന്നു. +2 1200-ൽ 10 മാർക്ക് മാത്രമേ അവന് കുറവുള്ളായിരുന്നു. നല്ലൊരു വോളിബോൾ പ്ലെയർ ആയിരുന്നു. അവൻ്റെ ഫ്ലക്സ് ബോർഡ് ആ നാട് മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അവൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഞാൻ എന്നെയും കൂടെ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. ആ കുട്ടി എനിക്ക് പരിചയമുണ്ടായിരുന്നു. 17-18 വയസ്സുള്ള ഒരു ചെക്കൻ. അവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു, അവൻ്റെ അമ്മ ഭയങ്കര നേതാവാട്ടോ, ജില്ലാ നേതാവൊക്കെയാണ്. അതുകൊണ്ട് തിരിച്ചറിവില്ലാത്ത മനുഷ്യ കുടുംബമൊന്നുമല്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല തിരിച്ചറിവുണ്ട്. അവസാനം എന്ത് സംഭവിച്ചു എന്നറിയുമ്പോൾ, ഇവനെ ബാംഗ്ലൂരിൽ കുറച്ചുകൂടി ഹയർ സ്റ്റഡി നടത്താൻ വേണ്ടി ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ചേർത്ത്. 6ാമത്തെ മാസം അവൻ പറഞ്ഞു അമ്മ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, എനിക്ക് അമ്മേനെയും കൂട്ടുകാരൊക്കെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ അവന് ഇഷ്ടമുള്ള ഭക്ഷണം ഒരുക്കി മേശപ്പുറത്ത് ഇങ്ങനെ കാത്തിരുന്നു. ഇവൻ നേരെ അമ്മയുടെ അടുത്തേക്ക് പോവാതെ അടുക്കളയിലേക്ക് പോയി ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് പായസവും അവന് ഇഷ്ടമുള്ള ഭക്ഷണവുമായി കാത്തിരിക്കുന്ന അമ്മയെ അറിഞ്ചം മുറിഞ്ചം കുത്തി കൊന്നളഞ്ഞു. ഏകദേശം ആ കൊലപാതകത്തിൻ്റെ ഒരു ഭീകരതകൾ ഫീൽ ചെയ്യണം. ഒരു 18 വയസ്സുകാരൻ പോറ്റിക്കൊണ്ടുവന്ന ഇങ്ങനെ അറിഞ്ഞ് ഒരു കുത്തും 2 കുത്തും എന്നല്ല, ഇങ്ങനെ വാർന്ന് കളഞ്ഞു. ആ ചോര വാർന്ന അമ്മ അവിടെ മരിച്ച്. ഇവൻ ബാത്റൂമിൽ പോയി കുളിച്ച് അപ്പുറത്തുള്ള കൂട്ടുകാരനോട് പറഞ്ഞു ബൈക്കെടുത്ത് പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ട് ഇവൻ ബൈക്കെടുത്ത് അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ കൊന്നു. പോലീസുകാരൻ ചോദിച്ചു എന്തിനാടാ നീ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു ലാഘവുമില്ല, ഒരു കൂസലുമില്ല. അവൻ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെ മാത്രമല്ല മറ്റേ പണ്ടാരക്കാലിനെ നോക്കിയിട്ട് കിട്ടിയില്ല. ആരാ പണ്ടാരക്കാലെ? അവൻ്റെ അച്ഛൻ എവിടെ ഒളിച്ചു കഴിഞ്ഞു. 6 മാസം കൊണ്ട് ഒരു മനുഷ്യൻ സ്വന്തം അച്ഛനെയും അമ്മയെയും കൊല്ലാൻ വേണ്ടി നടക്കുന്നുണ്ട് എങ്കിൽ അങ്ങനൊരു ഭീകര സാധനം ഈ നാട്ടിലുണ്ട് എന്ന് മനസ്സിലായിക്കൊള്ളു. അതുകൊണ്ട് എനിക്ക് പേടിയെന്നറിയോ, കേരളത്തിൽ ഈ 2 വർഷത്തിനിടയിൽ 39 പേരൻസാണ് 21 വയസ്സിന് താഴെയുള്ള മക്കളാൽ കൊല ചെയ്യപ്പെട്ടത്. നിങ്ങൾക്കൊരു പേടിയും ഞാൻ കാണുന്നില്ല സാർ, എനിക്ക് പേടിയാണ്. 40ാമതായി എൻ്റെ മകളുടെ കുത്തേറ്റു മരിക്കുന്ന ഒരു അച്ഛനായി ഞാൻ മാറരുത് എന്നാ എൻ്റെ പ്രാർത്ഥന. അതിന് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. എൻ്റെ മക്കൾ ഈ ലോകത്തേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ശക്തനായൊരു തൂഫാൻ വാരിയറായ അച്ഛനായി ഞാൻ മാറിയില്ല എങ്കിൽ എൻ്റെ മക്കൾക്ക് A+ കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? അവിടെ തിരിച്ചറിവുള്ള കുട്ടി, A+ അല്ല നമ്മളെ വിഷയം, തിരിച്ചറിവുള്ള ബോധമുള്ള കുട്ടി. അതിനെന്ത് ചെയ്യണം എന്നറിയാം? എൻ്റെ പ്രിയപ്പെട്ട പാരൻസെ, കുട്ടികളെ നിങ്ങൾ അച്ഛൻ ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾ നശിച്ചു. ഇതൊരു നാശം ഉറപ്പാണ്. അവിടെ ഞാൻ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഈ സാധനം ഇതേപോലെ നിങ്ങളും ഞങ്ങളും ഒന്നിച്ച് പോരാട്ടം നടത്തിയിട്ടില്ല എങ്കിൽ ഈ നാട്ടിൽ ഒരു ജാതിയും മതവും ഉണ്ടാവില്ല. ഇവിടെ ഹിന്ദു ഉണ്ടാവില്ല, മുസ്ലിം ഉണ്ടാവില്ല, ക്രിസ്ത്യൻ ഉണ്ടാവില്ല, ജൂതനും ഉണ്ടാവില്ല. ഒരൊറ്റ മതം MDMA. CPM ഉണ്ടാവില്ല, കോൺഗ്രസ് ഉണ്ടാവില്ല, BJP ഉണ്ടാവില്ല, മുസ്ലിം ലീഗൊന്നും ഉണ്ടാവില്ല. എല്ലാം രാസലഹരി, ഭ്രാന്തന്മാർ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അനർത്ഥമാക്കിക്കൊണ്ട് വരുന്നൊരു ഭീകര രാക്ഷസൻ്റെ ലോകത്തങ്ങൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങളെന്താ പറയുന്നതെന്നറിയോ? നിങ്ങൾക്ക് ഇതൊന്നിനെ പേടിയില്ലാത്ത എന്താണെന്നറിയോ? കുട്ടികൾക്കൊന്നും ഇത് പേടിയില്ലാത്ത ഇതാരാ തരുന്നതെന്നറിയോ? നിങ്ങൾ ഇത് തരുന്നത് ഏറ്റവും ചങ്ക് ബ്രോസായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ സാറും വളരെ ഫ്രണ്ടാണെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഈ സുഹൃത്തിനായിരിക്കും. അതും ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണുകൊണ്ട് കാണാത്ത ഒരു സംഗതി ഞാൻ പറയാറില്ല. ഇതും എൻ്റെ എക്സ്പീരിയൻസാണ്. എൻ്റെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ നിന്നും പറയണ്ട, ഒരു സ്ഥലത്ത് 8ാം ക്ലാസ്സിലെ കുട്ടി, ഞാൻ പറഞ്ഞില്ല അന്തം വിട്ട ബുദ്ധി, ഒടുക്കത്തെ ധൈര്യം, വേണ്ടാത്ത ബോധം അല്ലേ? ഈ അന്തം വിട്ടതിനോട് ഈ അവിടെയുള്ള ബ്യൂട്ടീഷ്യൻ ചോദിച്ച് എനിക്ക് ബൈക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോടാ? ഓൻ പറഞ്ഞു ഉണ്ടല്ലോ. ആ ബാപ്പ കാലമാടെ 18 വയസ്സ് കഴിഞ്ഞാൽ ആ ബൈക്ക് തരൂ എന്നാണ് പറയുന്നത്.
ഈ ബ്യൂട്ടീഷ്യൻ പറഞ്ഞ് ഞാനുണ്ട്, ഇന്ന് ഞാൻ പഠിപ്പിക്കും. എന്താ ചെയ്തതെന്നറിയോ? പ്രവാസിയായ ബാപ്പ, പ്രവാസിയാണല്ലോ ബാപ്പമാർ, ഞങ്ങളുടെ നാട്ടിലധികം പ്രവാസിയാണ്. നീ ഉമ്മ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒരു കയറുമ്മ കൂടി ഇനി താഴേക്ക് ഇറങ്ങി വരണം. ഒരു 9:30 ആകുമ്പോൾ ഞാൻ താഴെ കാത്തിരിക്കും, ഞാൻ ഇന്ന ബൈക്ക് പഠിപ്പിക്കും. കുട്ടി പോകുമോ ഇല്ലയോ? അന്തം വിട്ട ബുദ്ധി, ഒടുക്കത്തെ ധൈര്യം, വേണ്ടാത്ത ചിന്ത, ധൈര്യം ഉണ്ടാവും. ഓൻ്റെ കാര്യം നടക്കാൻ വേണ്ടി ഓൻ കയറുമ്മ കൂടി ഒരു 10 മണിയൊക്കെ ഇറങ്ങി വന്ന് ഈ ചങ്ങാതി ഇവനെ ബൈക്കിൽ കയറ്റിയിട്ട് നേരെ ഓൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഓൻ്റെ ഭാര്യ എന്ത് ചെയ്തു എന്നറിയോ? കുറച്ച് ഡ്രസ്സൊക്കെ കുറച്ചിട്ട് ഇവനൊന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്ത്, ഈ ഉമ്മ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും എല്ലാം മൊബൈൽ ഫോണിൽ ഇങ്ങ് പകർത്തി. എന്നിട്ടൊരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ഒരു തരി അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ബൈക്ക് പഠിച്ചോ. ഇവൻ ഉഷാറായിട്ട്, ഇനി രുചിയില്ല, മണമില്ല, ഒന്നുമില്ല. എക്ലേസ് മുട്ടായിയാണെ എക്ലേസ് മുട്ടായിൻ്റെ ടേസ്റ്റ് തന്നെയാണ്, മഞ്ചാണേ മഞ്ചി, പച്ചവെള്ളമാണേ പച്ചവെള്ളം, ജ്യൂസാണേ ജ്യൂസ്. ഇതിന് രുചിയും മണവും ഇല്ല, അതുകൊണ്ട് തിരിയില്ല ഇതിട്ടാൽ. മനസ്സിലായില്ലേ സാർ? ഈ ചെക്കൻ കുടിച്ചു. ഒരു എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ഒരു വ്യത്യാസവും ഇല്ല. അവൻ ഒരു 1.5 മണിക്കൂർ ബൈക്ക് പഠിപ്പിച്ച് ഇവനെ വീട്ടിലേക്ക് ഇട്ടു. ബാക്കി പറങ്ങൾ 48ാമത്തെ മണിക്കൂറിൽ ഇത് തിന്നണമെന്ന് തോന്നും. ഓനെ പിറ്റേന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഓൻ അതേ കയറിലൂടെ താഴേക്ക് ഇറങ്ങി വന്ന് സ്വന്തം ഈ വീട്ടിലേക്ക് വന്ന് ആ ചേച്ചി പറഞ്ഞു, ഇന്നും എനിക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റൂല ഇത്. നീ എന്ത് ചെയ്യണമെന്നറിയോ? നിൻ്റെ ഏറ്റവും അടുത്ത 2 ചങ്ക് ബ്രോസിനെ ഇവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഓൻ കൊണ്ടുവരുമോ ഇല്ലയോ? ഈ 2 ചങ്ക് ബ്രോസ് ആരായിരിക്കും? ഓൻ്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്തായിരിക്കും. കൊണ്ടുവന്നല്ലോ ഓൻ. ഒരു മാസമാകുമ്പോഴേക്കും 42ഓളം കുട്ടികളാണ് ഇവിടെ ബൈക്ക് പഠിത്തമെന്ന വ്യാജേന ഇവിടത്തേക്ക് വന്നത്. പറഞ്ഞു മനസ്സിലായോ നിങ്ങൾ? അവസാനം എങ്ങനെയാണ് ഇത് പിടിച്ചത്? പോലീസ് എങ്ങനെ? ഇത് ആരും അറിയില്ലല്ലോ. ആരെങ്കിലും അറിയുന്നുണ്ടോ എങ്ങനെയാണ് പോലീസിന് പിടിച്ചതെന്നറിയോ? ഈ നമ്മൾ ഉസ്താദ് എന്ന് പറഞ്ഞാൽ പള്ളിയിലും മദ്രസ പഠനം നടത്തുന്ന ഒരു കുട്ടികളിൽ നമ്മൾ ദീനിബോധമൊക്കെ ഭയങ്കരമായിട്ടുള്ള അവസാന ദിവസം അതിൽ 18 പെൺകുട്ടികളുണ്ടായിരുന്നു കേട്ടാ. ഈ 42ൽ 18 പെൺകുട്ടികളെ വലിയ കൂട്ടിക്കൊണ്ടുവന്നത്. ആ വീട്ടുകാർ ഈ കുട്ടി 10-15 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് പേരൻസ് അറിഞ്ഞില്ല എങ്കിൽ പിന്നെ എന്ത് പേരൻസ് അത് ഈ ലോകത്ത്? എന്തായാലും അവസാനം എന്ത് സംഭവിച്ചു? ഈ ദീനിബോധമുള്ള ചങ്ങായിനെ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഓനും കൊടുത്തത്. ഓൻ 48ാമത്തെ മണിക്കൂറിൽ വീണ്ടും വന്നപ്പോൾ ഓൻ്റെ ആ പെണ്ണിൻ്റെ കഷ്ടകാലത്തിന് ആ പെണ്ണിൻ്റെ നാവിൽ നിന്ന് പറഞ്ഞു, നിനക്ക് ഇനി ഇത് തരണമെങ്കിൽ നിൻ്റെ ഉമ്മയെ കൂട്ടിക്കൊണ്ടുവരണം. ഇനി ഓൻ ഉമ്മേനെ കൂട്ടിക്കൊണ്ടുവരുമോ ഇല്ലയോ? നോർമലി നമ്മളെപ്പോലത്തെ പൊട്ടനാണെങ്കിൽ കൊണ്ടുവരും. പക്ഷെ ഇന്ന് വരെ ലഹരിയുടെ ഒരു തരി തൊടാത്ത തലച്ചോറിൽ നന്മ മാത്രമുള്ള ദീനിബോധമുള്ള ചെക്കന് ഉമ്മയെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ദൈവികമായിട്ടെന്തോ ശക്തി കിട്ടിയത്. ആ ശക്തിയിൽ ഇവൻ ഓടി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട് ഇവിടെ. പോലീസ് കേസ് എടുക്കുമ്പോൾ തന്നെ എന്താ സംഭവിച്ചതെന്നറിയോ? എൻ്റെ മോൻ്റെ പേര് പറയരുത്, കുടുംബം നശിച്ചു, ആരും അറിയരുത്. ലോകം ഇവിടെ നശിക്കാൻ നിൽക്കുമ്പോൾ നാട്ടുകാർ ഇങ്ങനൊരു സംഭവം ഈ നാട്ടിലുണ്ടെന്ന് അറിയണ്ടേ? അതിൽ ആരെ പേരും പറയാനല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ചർച്ച ചെയ്യണ്ടേ? അവസാനം നമുക്ക് കിട്ടിയ വിവരം എന്നറിയോ? ഈ ചങ്ങാതി അവിടെ 160ഓളം മനുഷ്യന്മാരെ ഈ ട്രാപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്ക് തിരിച്ചൊരു വരവുണ്ടോ? തിരിച്ചു വരവുണ്ടോ? ഇതിന് ശക്തമായി ഈ രാസലഹരി എന്താണെന്നുള്ളൊരു കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നുള്ളത് ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ കണ്ടില്ല, ഇപ്പം നമ്മളെ ഉള്ളീരിയിൽ നിന്ന് 2.5 കിലോ പിടിച്ചു, നടക്കാവിൽ നിന്ന് പിടിച്ചു, നിങ്ങളെ പെരിന്തൽമണ്ണയിൽ നിന്ന് പിടിച്ചു. ഇന്നലെ കോഴിക്കോട് നിന്ന് എന്താ പിടിച്ചത്? കോഴിക്കോട് നിന്ന്. അത് ശരി, ആരും നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ധൈര്യം. പത്രം വായിക്കരുത് കേട്ടോ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിപ്പോവും. 600 കിലോ കഞ്ചാവ് മുട്ടായി ആ വടകരയിൽ നിന്ന് കോഴിക്കോട് നിന്ന് പിടിച്ചത്. എന്തിന്? ആർക്ക് കൊടുക്കാൻ? 8ാം ക്ലാസ്സിലെ ചെക്കന് കൊടുക്കാൻ. ഈ 600 കിലോ കഞ്ചാവിൻ്റെ മുട്ടായി ഒരു സുപ്രഭാതത്തിൽ പിടിച്ചതാണ്. അവൻ എത്ര കിലോ വിറ്റിട്ടുണ്ടാവും? എത്ര കുട്ടികൾ ഇതിന് അടിമപ്പെട്ടിട്ടുണ്ടാവും? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കുട്ടികൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുന്നത് അവൻ്റെ A+ൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇത് മനസ്സിലാക്കാൻ 4-5 മാർഗ്ഗമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് തൊട്ട് വീട്ടിൽ, നിങ്ങൾ നാട്ടിലാടെ നിൽക്കട്ടെ, നിങ്ങൾ ഇന്ത്യയിലും പിന്നെ നന്നായിക്കോളി, തൽക്കാലത്തേക്ക് സ്വന്തം വീട്ടിൽ ഈ സാധനം വരുന്നില്ല എന്ന്. നിങ്ങൾക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയാത്തതിന് ഒരു കാരണം കൂടിയുണ്ട്. അതിനൊരു ശാസ്ത്രീയമായ വശമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ സാറേ, നിങ്ങളെ മക്കളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ സാറ് വിശ്വസിക്കുമോ? 9ാം ക്ലാസ്സിലെ കുട്ടി നിങ്ങളെ മകൻ മറ്റൊരു മകനെ അടിച്ച് വാരിയിൽ പൊട്ടിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ പറയും ഇല്ല എന്നാ. സാറേ, നിങ്ങളെ കുട്ടി ആ കാട്ടിൻ്റെ കുറ്റിയിൽ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല. ആ വിശ്വാസമാണ് കുട്ടിയുടെ ധൈര്യം.
ആ വിശ്വാസക്കേട് ഉണ്ടാവണമെങ്കിലേ നിങ്ങൾ കുറച്ചും കൂടി മനുഷ്യനെ അടുത്തറിയണം. ഒറ്റ എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കല്ല ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ ഞങ്ങൾ വിചാരിക്കുന്നത്. ഒരു മനുഷ്യന് ഒരു സ്വഭാവമല്ല സാർ, ഒരു മനുഷ്യന് കുറേ സ്വഭാവമുണ്ട്. ഞാൻ ഒറ്റ എക്സാമ്പിൾ ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഉറങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടോ, അല്ലാണ്ട് നിങ്ങളെ ഞാൻ ഇൻസൾട്ട് ചെയ്യുന്നതല്ല. സാറേ, നിങ്ങൾ ഈ കസേലമ്മലിരിക്കുന്ന അതേ ഇരിപ്പ് തന്നെയാണോ വീട്ടിൽ അടുക്കളയിലിരിക്കുക? അല്ല. സാർ ഈ കസേലമ്മലിരിക്കുമ്പോൾ സാറിന് ഒരു സ്വഭാവമാണ്, വീട്ടിലിരിക്കുമ്പോൾ സാറിന് വേറെ സ്വഭാവം. അപ്പോൾ സാറിന് എത്ര സ്വഭാവമുണ്ട്? 2 അല്ലേ? 2 അല്ല. ഇപ്പം നിങ്ങളെ പറയുന്നില്ല, ഞാൻ എന്നെ തന്നെ പറയാം. ഈ മൈക്കൊക്കെ പുറകിൽ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? എൻ്റെ തനിക്കോണായത് അല്ല. മൈക്കൊക്കെ പുറകിൽ എനിക്കൊരു സ്വഭാവമുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്ക് വേറൊരു സ്വഭാവമാണ്. ശരിയാണോ തെറ്റാണോ? അപ്പോൾ ഞാൻ വീട്ടിലുള്ള രംഗീഷ് കടവത്തല്ല ഈ മൈക്കൊക്കെ പുറകിലുള്ളത്. എന്നെ നിങ്ങൾ ഏതെങ്കിലും ബസ് സ്റ്റാൻഡ് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങളെന്നാ കാണണം കേട്ടാ. ബസ് സ്റ്റാൻഡിൽ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടെങ്കിലില്ലേ, ഇത്രയും മാന്യനായ ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ലാണ്. ഭാര്യ ഇല്ലാതെ തന്നെ കണ്ടിനോ, അവിടെ പെണ്ണുങ്ങളും കൂടി ഉണ്ടെങ്കിലേ ഞാനിങ്ങനെ CCTV പോലെ ഉണ്ടാകുക. അപ്പം ബസ് സ്റ്റാൻഡിൽ ഭാര്യ ഉള്ളപ്പോൾ എനിക്കൊരു സ്വഭാവമാണ്, ഭാര്യ ഇല്ലാത്തപ്പോൾ അല്ല. നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങളെന്താ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടെന്തോ അന്തം വിട്ട പോലെ? ഒന്നുകിൽ എന്നെപ്പോലെ തന്നെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കളവാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കെത്ര സ്വഭാവമുണ്ട്? 4 സ്വഭാവം അല്ലേ? കഴിഞ്ഞു. എനിക്ക് 4 സ്വഭാവമേ ഉള്ളൂ. അല്ല, എൻ്റെ തനിക്കോണം കണ്ടിനോ നിങ്ങൾ? എൻ്റെ പോലീസ് സ്റ്റേഷനിലേക്ക് വരി, ആദ്യം എൻ്റെ ശരിക്കുള്ള സ്വഭാവം കാണാം. ഞാൻ എന്താ ആടെ അങ്ങനെ ആയിപ്പോയത്? ആടെ നന്മയുള്ളൊരു മനുഷ്യനൊന്നും വരില്ലല്ലോ. അവിടെയുള്ള ഭീകരനായൊരു പ്രതിയോട് പ്രഭോ അങ്ങ് ആഗതനായാലും ചായ കുടിക്കുന്നോ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ ഡ്രഗ്സിൻ്റെ ഏറ്റവും വലിയ ഭീകരത ഫീൽ ചെയ്യുന്ന പോലീസിനാണ്. ശരിക്കും പറഞ്ഞാൽ രാത്രി പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി ചെയ്യാൻ നമുക്ക് പേടിയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മളെ സ്റ്റേഷനിൽ 2-3-4 പിള്ളേർ രാത്രി അടികൂടിയിട്ട് പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. ആ എന്തോ ഒരു ധൈര്യം, ആ കുട്ടപ്പൻ പിള്ളേൻ്റെ ധൈര്യത്തിലായിട്ട് നമ്മൾ പിടിക്കുവാനൊക്കെ പോകുന്നത്. എന്തായാലും പിടിച്ചവിടെ കൊണ്ടിട്ട് ഇവർ അവിടെ നിന്ന് അടികൂടിയപ്പോൾ ഒരുത്തനെ ലോക്കപ്പിലിട്ട് ഒരുത്തനെ പുറത്തിട്ട് ഒരു 4-5 മണിക്ക് കൊണ്ടിട്ടിന്. അപ്പോൾ ഒരു രാത്രി 10 മണിയായപ്പോൾ ഈ ലോക്കപ്പിൽ നിന്ന് ഭയങ്കര ശബ്ദം, ടക്ക 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 ടക്കട്ടാന്നിങ്ങനെ അടി കേട്ടപ്പോൾ നമ്മൾ ഓടി ലോക്കപ്പ് ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്നറിയോ? ഇവൻ തല കൊണ്ട് ലോക്കപ്പിൻ്റെ കൊളുത്തുണ്ടാവുമല്ലോ, ആ കൊളുത്തിലിങ്ങനെ അടിക്കുക, ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചെതർന്ന്. പോലീസ് ഫസ്റ്റ് എയ്ഡ് പോലീസിന് പേടി എന്താ പറയുക? അവിടെ ആറ്റമ്മ കൊഞ്ഞു വീണ് മരിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ അന്നേരം പറയും പോലീസ് തച്ചു കൊന്നിയാന്ന്. 10-25 CCTV ഉണ്ടെങ്കിലും നിങ്ങൾ ആരും വിശ്വസിക്കില്ല. അവസാനം പോലീസ് ഓടി ഈ പഞ്ഞിക്കെട്ടും കൊണ്ട് ഓടി വരുമ്പോൾ അവൻ എന്താ ചെയ്തതെന്ന് അറിയാം? നിങ്ങൾ കയ്യിൽ അവൻ അപ്പിയിട്ടിട്ട് നമ്മളെ മേത്തേക്ക് എറിഞ്ഞു തന്നു. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അത് നിങ്ങളെ മകനായിക്കൂടെ? എൻ്റെ മകനായിക്കൂടെ? കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിലെ കുട്ടി 9ാം ക്ലാസ്സിലെ ചെക്കൻ ഇൻസ്റ്റാഗ്രാമിൽ ബട്ടൺ ഇടാണ്ട് നിന്ന് എന്ന് പറഞ്ഞിട്ട് 10ാം ക്ലാസ്സിലെ കുട്ടി അടിച്ച് മറ്റേ 8 വാരിയൽ പോട്ട്. ആകെ 4 എത്ര വാരിയലാണ് ഉള്ളത്? 8 പീസായിപ്പോയി പോലും വാരിയൽ. ഹോസ്പിറ്റലുണ്ടല്ലോ. 10ാം ക്ലാസ്സിലെ കുട്ടി, വടകര താലൂക്കിലുള്ള 10ാം ക്ലാസ്സിലെ കുട്ടി, 11ാം ക്ലാസ്സിലെ കുട്ടി ബൈക്കിൽ ഇങ്ങനെ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ട് പറഞ്ഞിട്ട് മദ്യക്കുപ്പി പൊട്ടിച്ചിട്ട് അവൻ്റെ വയറ്റിലേക്ക് കയറ്റിയില്ലേ? താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ്റെ ബാഗിൽ നിന്നല്ലേ 1.5 കിലോ നാടൻ കിട്ടിയത് ഒരാഴ്ച മുമ്പേ? നിങ്ങളിതിനെ നാടൻ കണ്ടിനാ? നിങ്ങളിങ്ങനെ വന്ന് ഉത്തിരിഞ്ഞോളി. 10ാം ക്ലാസ്സിലെ ചെക്കൻ ബാഗിൽ നാടനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ ചെക്കൻ്റെ അച്ഛനോട് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പറയും ഇല്ല, എൻ്റെ മോൻ അങ്ങനെയല്ല. ഇനി ഞാനൊരു സ്വകാര്യം കൂടി പറയാം. അപ്പോൾ എനിക്ക് 5 സ്വഭാവം ഉണ്ട്, നിങ്ങൾ അംഗീകരിച്ചല്ലോ. തർക്കമുണ്ടോ സാറേ അതിൽ? എന്നാൽ ഒരു സ്വകാര്യം കൂടി പറയട്ടെ. സാറേ, നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടോ? ഇൻസ്റ്റഗ്രാം ഉണ്ടോ? എങ്കിൽ നിങ്ങളെ മുഖത്ത് നോക്കി ഞാനൊരു സത്യം പറഞ്ഞോട്ടെ. വാട്സപ്പിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് വേറെ സ്വഭാവമാണ്. ഇതല്ല സ്വഭാവം. എനക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ടീച്ചർമാരെ ഈ പറയുന്നതൊന്നും നിങ്ങൾ നോക്കണ്ട. രാത്രി വാട്സപ്പിൽ ഹായ് ഇട്ടോക്കെ എനിക്ക് 12 മണിക്ക് ശേഷം ഞാൻ ഹോയ് കൊണ്ട് ആറാട്ടായിരിക്കും. അതിലെനക്ക് വേറൊരു മുഖമുണ്ട്. ശരിയാണോ തെറ്റാണോ? അപ്പം നമ്മളെ മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? വാട്സപ്പിൽ കാണുന്നത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? ചൊട്ടയിലെ ശീലം. ശരി, കണ്ടാ വിളിച്ചു പറയുന്നതാ. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ ലോകത്ത് ഏറ്റവും ഫ്രോഡായിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ പേര് ഇൻസ്റ്റാഗ്രാം എന്നാ. നമുക്ക് വരുന്ന പരാതിയിൽ 99% ഇൻസ്റ്റാഗ്രാം. എന്നിട്ട് പല അമ്മമാരും പറയും ഓക്ക് 2 ഉണ്ട് ഇൻസ്റ്റ. നിനക്ക് എന്തെന്നാ ചെയ്യണം? നമുക്കല്ലേ ശരിക്കും എൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞു നീറ്റാ പരത്താനം കെട്ടിട്ടാട്ടോ. എനിക്ക് ഒരു കാര്യം കൂടി. കഴിഞ്ഞ ദിവസം എൻ്റെ സ്റ്റേഷനിൽ 9ാം ക്ലാസ്സിലെ കുട്ടി, 9ാം ക്ലാസ്സിലെ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട 7ാം ക്ലാസ് മുതൽ പരിചയപ്പെട്ട ചങ്ങായിൻ്റെ കൂടെ ഒന്നോടിയാ പോട്ടേനു
ആ കുട്ടി കൊണ്ടുവന്ന 6 കുട്ടികളുടെ കൂടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കപ്പെട്ടില്ലേ? ആ പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ടുവന്ന് പോക്സോ. എന്നാൽ ഈ 18 വയസ്സ് വരെയുള്ള കുട്ടികളോട് നിങ്ങൾ പറയണ്ടേ, അവളുടെ ഇഷ്ടപ്രകാരമാണെങ്കിലും അവളുടെ ഇഷ്ടപ്രകാരമല്ല എങ്കിലും അവൾക്ക് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ഉണ്ട് എങ്കിൽ പോക്സോ നിയമപ്രകാരം ഉള്ളു പോകുന്നു ആൺകുട്ടീനെ പഠിപ്പിക്കേണ്ടേ? നിങ്ങൾ പഠിപ്പിച്ചോ? നിങ്ങൾ അവിടെയാണ് വിഷയം. അല്ല മാഡം, നിങ്ങൾ ഇതുവരെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ശരി, എന്നിട്ട് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്? പീഡനത്തിന് ലോകത്തിൽ ഏറ്റവും ശക്തമായ നിയമമുള്ള നാട് നമ്മൾ ഇന്ത്യ. അറിയോ നിങ്ങൾ? അതിന് പീഡനം എന്താ? നിങ്ങൾക്ക് ഇരിഞ്ഞോ? നിങ്ങളെന്നെ ചിരിച്ചേ? എനിക്ക് മനസ്സിലായി പീഡനം എന്ന് പറഞ്ഞാൽ എന്തോ വിചാരിച്ച്. ഞാനില്ലേ, ഈ മാഡം വിചാരിക്കേണ്ട മുന്നിൽ ഇരിക്കേണ്ടേനും പണ്ടാരം. ഞാൻ നിങ്ങളിപ്പം പീഡിപ്പിച്ച് കാണിച്ചു തരാം. നിങ്ങളൊന്ന് പീഡിപ്പിച്ചോട്ടെ സാർ, ഞാൻ അവരൊന്ന് പീഡിപ്പിച്ചോട്ടെ. കുറച്ചാൾ വീഡിയോ എടുക്കേണ്ട പരിപാടിയാണ്. എന്തായാലും പീഡനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പീഡനം, നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് എൻ്റെ പേര് പരാതി കൊടുത്താൽ ഞാൻ 15 കൊല്ലം ജയിലിൽ പോകും. അത്രയേറെ ശക്തമായ വേറൊരു നിയമമുള്ള രാജ്യമുണ്ടോ ഇവിടെ? ഇവിടുത്തെ ആർക്കെങ്കിലും ബോധമുണ്ട്? എന്നിട്ട് ഇവർ പീഡനത്തിന് ഇതുവരെ പരാതി കൊടുത്തില്ല. അതിന് പീഡനം എന്താ നിങ്ങൾക്ക് തിരിയണ്ടേ? ചൊട്ടയിലെ ശീലം. അങ്ങനെയാണെങ്കിൽ 3 വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം എന്താ പീഡനം, എന്താണ് ലഹരി, എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ്. നിങ്ങളെ സിഗരറ്റിനെ നമ്മൾ ഇലക്ട്രിസിറ്റിയെ പേടിക്കുന്നത് പോലെ, തീയെ പേടിക്കുന്നത് പോലെ, എലിവിഷത്തെ പേടിക്കുന്നത് പോലെ ഇതൊക്കെ പേടിപ്പിക്കണമെങ്കിൽ ചൊട്ടയിൽ തന്നെ ശീലിപ്പിക്കണം. ഞാനിതാ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടോ? ഈ കണ്ണിലേക്കൊന്ന് നോക്കിവിടെ, ഈ വിരൽ ഇങ്ങനെ ആക്കിയണ്ടോ? ഈ വിരൽ ഇങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അതൊരു പീഡനമാണ്. എൻ്റെ പേര് കേസ് കൊടുക്കാം. ഞാൻ 5 കൊല്ലം ജയിലില്ല. ഇനിതാ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ജയിലിൽ പോടുക. ഇനി 14 സെക്കൻഡ് ഞാൻ നിങ്ങളെ കണ്ണിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ പരാതി കൊടുത്താൽ ഞാൻ ജയിലിൽ പോകും. ഇത്രയേറെ ശക്തമായ നിയമമുള്ള നാട്ടിലാണ് സകലവന്മാരും പീഡനമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ചെറുപ്പത്തിലെ കുട്ടീനെ അതുകൊണ്ടാണ് സ്വീഡനിലും ഫിൻലാൻഡിലും നോർവേയിലും അവിടെയൊന്നും ഈ പരാതിയൊന്നും നിങ്ങൾ കേൾക്കാത്തത്. അതുകൊണ്ട് ഞാൻ ഇതേപോലെ തന്നെയാണ് നമ്മൾ സെക്സിനെ കുറിച്ച്, സെക്സിൻ്റെ ഒരു ഭാഗം അതും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കാറ്റഗറി 2 തരത്തിലാണ് കേട്ടോ. ഇത് ആൺകുട്ടികൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരാന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കണക്കില്ലാണ്ട് പറയാൻ പറ്റുമോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് നശിച്ചു പോയത് പെൺകുട്ടികളാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യന് 7 സ്വഭാവമുണ്ട് എന്ന്. എനിക്കുണ്ട് 7 അല്ല കേട്ടോ, അതിലും കൂടുതലുണ്ട്. അതിന് ആദ്യം എന്താ ചെയ്യണമെന്നോ സാർ? ഞാൻ പറഞ്ഞില്ലേ 18 വയസ്സ് അന്തം വിട്ടയാന്ന്. സാറിന് മക്കളുണ്ടോ? എത്ര വയസ്സ്? 3. ഇപ്പം പിടിച്ചോളി, അതിനെ കിട്ടും. പക്ഷെ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു ഇപ്പം പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ഇപ്പം പറക്കട്ടെ. ഞാൻ ചോദിച്ചു എപ്പാ പിടിക്കുക? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഒറ്റപ്പെടുത്താൽ പോലും. എൻ്റെ കാഴ്ചപ്പാടിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യേൻ്റെ കഴുത്ത് എൻ്റെ മോളെ കൈയിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള വിവേകം ഇവിടുത്തെ പേരൻസിനില്ല. സിമ്പിളായിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് മക്കളുണ്ടോ? എത്ര വയസ്സ്? 9. ഓൻ്റെ സ്വഭാവം തിരിഞ്ഞു നിങ്ങൾക്ക്. പക്ഷെ നിങ്ങളെ സ്വഭാവം തിരിഞ്ഞിന്. അതിന് നിങ്ങളെ മക്കളെ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് സാർ? ഓൻ്റെ ബാപ്പേൻ്റെ സ്വഭാവം ഓനുണ്ടാവില്ല. ഒരു 3 വയസ്സ് വരെയല്ലേ ഉണ്ടാവും. ഉപ്പാപ്പേൻ്റെ സ്വഭാവം തീരെ ഉണ്ടാവില്ല. തറവാടിൻ്റെ തനിക്കോണോ ഓനും ഉണ്ടാവില്ല, ഒരു കോണോ ഉണ്ടാവില്ല. നിങ്ങൾ 9ാം ക്ലാസ്സുകാരൻ്റെ സ്വഭാവം നിങ്ങളെ മക്കളുടെ സ്വഭാവം അച്ഛൻ്റെയും അമ്മേൻ്റെയും ഉപ്പേൻ്റെയും ഉമ്മേൻ്റെയും ടീച്ചറെയും ഒന്നുമല്ല, അവൻ കൂടെ നടക്കുന്നവൻ്റെ സ്വഭാവമാണ്. നിങ്ങളെ മക്കളിലെ കള്ളും കഞ്ചാവും വലിക്കുന്ന 2 കുട്ടികളുടെ കൂടിയാണ് നടക്കുന്നതെങ്കിൽ ഓൻ 14ാമത്തെ ദിവസം ഓൻ കള്ളും കഞ്ചാവും ഉപയോഗിക്കും. അത് വേണ്ട, കള്ളും കഞ്ചാവും അവിടെ നിൽക്കട്ടെ. ബബിൾഗം കണ്ടിട്ടുണ്ടോ? ബബിൾഗം. നിങ്ങളെ മക്കൾ ബബിൾഗം തിന്നുന്നുണ്ടോ എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം പറയില്ല. പക്ഷേ അവൻ കൂടെ നടക്കുന്ന കൂട്ടുകാർ ബബിൾഗം തിന്നുന്നുണ്ട് എങ്കിൽ 7ാമത്തെ ദിവസവും ബബിൾഗം തിന്നിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും പറയും, നിങ്ങൾ പോലീസിനോട് അല്ലെങ്കിൽ പറയാം എന്താ, എൻ്റെ മോൻ തിന്നൂല, അവൻ്റെ ഉപ്പ തിന്നുന്നില്ല, ഉപ്പാപ്പ തീരെ കണ്ടിട്ടില്ല, തറവാട്ടിലാരും ബബിൾഗം തിന്നുന്നില്ല. തറവാട് കുട്ടിക്ക് വിഷയമല്ല. കുട്ടിക്ക് വിഷയം പറഞ്ഞോ അവൻ്റെ ഫ്രണ്ട്സാണ്. ശരിയാണോ തെറ്റാണോ? ഇനി പ്രണയിക്കുന്ന 2 കൂടെ നടക്കുന്നെങ്കിൽ ഒന്നും നോക്കണ്ട, 6ാമത്തെ മാസം ഓനി ഞങ്ങളെ വിളിക്കും, ഉപ്പ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം, പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊള്ളി. അത് കേൾക്കാനുള്ള ചങ്കൂറ്റങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി പുസ്തകം വായിക്കുന്ന 2 കൂടെ നടക്കുന്നെങ്കിലേ ചെക്കൻ്റെ കക്ഷത്ത് 7ാമത്തെ ദിവസം ഒരു വലിയ പുസ്തകം ഉണ്ടാവും. അപ്പോൾ ചൊട്ടയിലെ ശീലം മാത്രമല്ല, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും രക്ഷാകർത്താക്കൾ ഇടപെടലുണ്ടായാൽ നമ്മളെ നാട് നന്നാവും. അതുകൊണ്ടാണ് ഈ രാസലഹരിൻ്റെ പ്രത്യേകത. ഫ്രണ്ട്സാണ് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞത്.
സിമ്പിളാണ്. ഇത് ആൺകുട്ടികൾ തിന്നാൽ എന്താ ഗുണമെന്നറിയോ? ഈ ആൺകുട്ടികൾ തിന്നാൽ ഇതിൻ്റെ പേര് പാർട്ടി ഡ്രഗ് എന്നാ. പാർട്ടി ഡ്രഗ്. പാർട്ടി ഡ്രഗിൻ്റെ പ്രത്യേകത അറിയോ നിങ്ങൾക്ക്? പുതിയ തലമുറ കണ്ടിട്ടില്ലേ? നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സംസാരിച്ചില്ലേ, ഇവിടെ കസേര ഇല്ല എന്ന് വിചാരിച്ചു, എത്ര ആൾ ഈ ക്ലാസ് കേൾക്കും? ഒരു 10 മിനിറ്റ് കഴിയുമ്പം തന്നെ എല്ലാവരും ഇല്ലേ ആ ആ ആ ആ ആ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കിരുന്നു. എൻ്റെ മുമ്പിൽ ആരും ഉണ്ടാവില്ല. ശരിയാണോ തെറ്റാണോ? ഗാനമേളയാണെങ്കിലും കസേര ഇല്ല എങ്കിൽ ഒരു 2-3 പാട്ട് കേട്ടിട്ട് പറയും ബോറാന്ന് നമ്മൾ പോകും. പക്ഷെ പുതിയ കുട്ടികൾ DJ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ നിങ്ങൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവിടെ കസേരയില്ല. 4-5 മണിക്കൂർ കുട്ടികൾ നിന്ന് തുള്ളുകയാണ്. ഒരു മനുഷ്യന് എത്ര പാട്ടിനെ തുള്ളാൻ പറ്റും സാർ? നിങ്ങൾ എത്ര പാട്ടിനെ തുള്ളൂ സാർ? ഇത് വെറുതെ ഒരു രസമല്ലേ? മാക്സിമം 5 അല്ലേ? 25 മിനിറ്റ്. പക്ഷേ ഈ ലഹരി ഉപയോഗിച്ചാലേ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ പവറിൽ തുള്ളാൻ പറ്റും. 48 മണിക്കൂർ ഉറക്കം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കോഴിക്കോട് ഡോക്ടർ ഇത് ഉപയോഗിച്ചപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്തിനാ ഡോക്ടറെ നിങ്ങൾ ഇത് ഉപയോഗിച്ചേ? നിങ്ങൾ നശിച്ചില്ല. ഡോക്ടർ പറഞ്ഞു, രാവിലെ രോഗീനെ നോക്കുക, രാത്രി ഓപ്പറേഷൻ ചെയ്യുക. പിന്നെ കരൾ പൊരിക്കുമ്പോൾ പറഞ്ഞാൽ ഡോക്ടർ പൊരിച്ചോളും. കാരണം എന്താ? ഇത് തരൂല ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് കരളല്ല കഴുത്ത് തന്നെ പൊരിക്കും. സംഭവം മനസ്സിലായില്ലേ? രാത്രി ഡ്രൈവ് ചെയ്യുന്ന ബസ്സിൽ ഡ്രൈവർ ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? ഇല്ല, ഉറങ്ങാണ്ട് ഓടിക്കാൻ പറ്റും. പക്ഷെ 6 മാസം അവൻ്റെ ബസ്സിൽ പോകാവും. 7ാമത്തെ മാസം തെങ്ങുമ്മലോ കുണ്ടിലാറ്റ് ഇറക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എതിരെ വരുന്നവനെ ഓൻ തെറ്റിക്കേണ്ട ഡ്രൈവർ അടിക്കും. ഒരു തർക്കമില്ല കേട്ടോ. ഈ രാത്രി നമ്മൾ ബൈക്കിങ്ങിലെ ട്രാഫിക് തർക്കങ്ങൾ കണ്ടില്ലേ? അത് മൃഗീയമാവാൻ കാരണം എന്താ? എൻ്റെ നാട്ടിൽ കഴിഞ്ഞ ദിവസം നമ്മളെ റോഡ് റോളറില്ല, വലിയ റോഡ് റോളർ. ആ റോളർ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ ആ ചിര പോലത്തെ ബൈക്കുമ്മിൽ വരുന്ന നമ്മൾ ഈ ചങ്ങയില്ലേ MDMA ഒരൊറ്റ കുത്ത്. ഭാഗ്യത്തിന് ഇതിൻ്റെ ടയർ ഇങ്ങനെ ആയതുകൊണ്ട് ഇവൻ ഈമ കൂടി കയറി അപ്പുറത്തെ വയലിൽ വീണ്. ഇവൻ വയലിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ആ റോഡ് റോളറെ ഡ്രൈവറെ കഴുത്തിന് പിടിച്ച് ചോദിക്കും, ഇനി എന്ത് വരവാടാ വരുന്നത്? എനിക്ക് സ്പീഡ് മുന്നിൽ കണ്ടുകൂടെ എന്ന് വെച്ചപ്പോൾ റോഡ് റോളറിൻ്റെ ഡ്രൈവർ പറഞ്ഞ് 3 കിലോമീറ്റർ 3 ദിവസമായി പുറപ്പെട്ടിട്ട് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ, ഇനിയും പോകണം 4 കിലോമീറ്റർ എന്ന് പറഞ്ഞപ്പോഴാണ് MDMA ചിരിച്ചു പോയത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഓർമ്മിച്ചോ, എതിരെ വരുന്നവന് ഓൻ്റെ ഭീകരമായിട്ട് വരുന്നുണ്ട്, മിണ്ടാണ്ട് അങ്ങ് പോവുക. കാരണം ഇതിലെന്തേ ഉള്ളൂ? കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ചിക്കൻ വാങ്ങിയപ്പോൾ നാരങ്ങയിൽ നീര് കുറഞ്ഞു പോയി. ഇപ്പം മുറിക്കുന്നവന് നാരങ്ങയിലെ നീര് നോക്കാൻ പറ്റുമോ? നാരങ്ങയിലെ നീര് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മുതലാളിൻ്റെ 4 പല്ലടിച്ചങ്ങ് കഴിച്ചു കഴിഞ്ഞു. അതിൻ്റെ തലേ ദിവസം ബാറ് പൂട്ടുമ്പോൾ കള്ള് ചോദിച്ചപ്പോൾ പറയും ബാറ് പൂട്ടി എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം വന്നിട്ട് ബാറിലെ സകലനത്തിന് അടിച്ചു കഴിഞ്ഞു. ഇത് ലാഘവത്തോടു കൂടി കേൾക്കേണ്ട വാർത്തയല്ല. നാളെ നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും പറയുമ്പോൾ നോ എന്ന ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളെ പല്ലാടുണ്ടോയെന്ന് നോക്കിക്കോളി. നിങ്ങളെ കഴുത്ത് വെട്ടാതിരിക്കാൻ. അതിർത്തി തർക്കങ്ങൾ വരുമ്പോൾ കൊലപാതകങ്ങൾ, ബ്രൂട്ടൽ മർഡർ ഉണ്ടാവാതെ ഇനി വേണ്ട. അതുകൊണ്ട് ആൺകുട്ടികൾ ഇത് ഉപയോഗിക്കുമ്പോൾ പാർട്ടി ഡ്രഗ് എത്ര മണിക്കൂറും തുള്ളാൻ പറ്റും. ഞാൻ തൊട്ടിൽപ്പാലം മുതൽ നാദാപുരം വരെയുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു DJ പാർട്ടിയിൽ ഒരു ചെക്കൻ ഇങ്ങനെ തുള്ളുക. കുറേ ആൾ തുള്ളുന്നുണ്ട്. അതിൽ എനിക്കറിയാവുന്ന ഒരു ചെക്കൻ തുള്ളി മരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ പുറകെ നടന്നിട്ട് ഊരവേദനയായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇവൻ്റെ അമ്മ എന്ന് പറയുന്നൊരു അമ്മ നമ്മളെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, നിങ്ങൾക്കറിയോ 4ാമത്തെ എൻ്റെ മോന തുടക്കം മുതലേ തുള്ളുന്നുണ്ട്, അതിൻ്റെ ബേക്കിലെ നീല ലുങ്കിട്ടോ എൻ്റെ അച്ഛനാ, ഓർക്കും കല എന്ന് പറഞ്ഞാലൊരു ഇതാ. എനിക്ക് ചിരി വന്നിട്ടെന്താ, 2 മൂത്ത MDMA 10-12 കിലോമീറ്റർ തുള്ളുക 2 ഇത് മനസ്സിലാക്കാനുള്ള വിവേകം ആ പാരൻസിനുണ്ടായോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതുകൊണ്ടാണ് ഓസ്ട്രേലിയയിലൊക്കെ DJ പാർട്ടി നിരോധിച്ചത്. ഇനിയിപ്പോൾ എൻ്റെ നാട്ടിൽ എന്താ സ്ഥിതി തരും? DJ പാർട്ടി നിരോധിക്കുമെന്ന് പറയുമ്പോൾ അമ്പലത്തിലും DJ പാർട്ടി, ഇപ്പം പള്ളിയിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലഹരിക്ക് അതുകൊണ്ടാണ് ഓസ്ട്രേലിയയിൽ DJ പാർട്ടി നിരോധിച്ചത്. അതുകൊണ്ട് എനിക്കും കൂടെ പറയാനുള്ളത്, നമ്മളെ മക്കളെ തുള്ളുമ്പോൾ ഒന്ന് നിരീക്ഷിക്കുക. പോട്ടെ, ആൺകുട്ടികൾ തുള്ളട്ടെ, പക്ഷെ പെൺകുട്ടികൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് പാർട്ടി ഡ്രഗ് എന്നല്ല, ഇതിൻ്റെ പേര് റേപ്പ് ഡ്രഗ് എന്നാണ്. മറന്നുകൊണ്ടോ പെൺകുട്ടികളെ? റേപ്പ് ഡ്രഗ്. എത്ര പ്രാവശ്യം ബലാത്സംഗം ചെയ്താലും മനസ്സിലാവില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം 18 വയസ്സുള്ള കുട്ടീനെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട്, വായിച്ചില്ലേ പത്രത്തിൽ? നിങ്ങളെന്തോ നല്ല മനുഷ്യന്മാരാണ്, ഒന്നും വായിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ധൈര്യം. 18 വയസ്സുള്ള കുട്ടീനെയും കുട്ടി അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ വന്നപ്പോൾ കുട്ടി പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് വയറ്റിൽ വേദനയാകുന്നു. ഓടി കുട്ടി ബാത്റൂമിൽ പോയി. 15ാമത്തെ മിനിറ്റിൽ എന്താ കേട്ടത്? അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഒരു ചെറിയ കുട്ടിയുടെ കരച്ചിൽ, ജനിച്ച ഉടനെയുള്ള കുട്ടിയുടെ കരച്ചിൽ. നേഴ്സിനത് മനസ്സിലായപ്പോൾ ഓടി ചെന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ പുല്ലിൻ്റെ കൂട്ടത്തിൽ ഒരു ഇത്തിരി പിടി കുഞ്ഞ്.
1 കിലോ 2 കിലോ 900 ഭാരമുള്ള ചന്ദനത്തിൻ്റെ കളറുള്ളൊരു പെൺകുട്ടി. ആ നേഴ്സ് നോക്കുമ്പോൾ ഇത് വന്ന പൊക്കിൾ കുഴിയുടെ ആ ചോര പറ്റിയ ഭാഗം നോക്കുമ്പോൾ ബാത്റൂമിൽ നിന്നാണ് വന്നത്. ബാത്റൂമിൽ നിന്ന് പുറത്ത് വന്ന് നേഴ്സ് വരുമ്പോൾ പുറത്ത് വരുന്നത് ഒരു പെൺകുട്ടി, ഒരു കൂസലും ഇല്ലാണ്ട്, ഇങ്ങനെ ഒരു പ്രസവം നടന്ന പോലും ഇല്ലാണ്ട് നടന്നിട്ട് അച്ഛൻ്റെ കൂടി അമ്മേൻ്റെ കൂടി അങ്ങ് പോയി. എനിക്കൊരു സംശയം തോന്നി, എന്താ അറിയുമോ, ഈ അച്ഛനും അമ്മയ്ക്കും ഈ കുട്ടിക്ക് 9.5 മാസം ഗർഭിണിയായിട്ടും മനസ്സിലായില്ല. അത് പോട്ടെ, ഒരു സംഭവമാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒഴിവാക്കാം. എറണാകുളത്ത് 21 തട്ടുള്ള ഫ്ലാറ്റിൽ 17ാമത്തെ തട്ടിൽ ബാംഗ്ലൂരിൽ പഠിക്കുന്ന കുട്ടി പറഞ്ഞു, ഇനി എനിക്ക് പഠിക്കാൻ പറ്റൂല അച്ഛാ, ഞാൻ ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ 6 മാസം ആ വീട്ടിൽ ഇങ്ങനെ കുത്തിരിഞ്ഞ കുട്ടി ബാത്റൂമിൽ പോയി വരുമ്പോൾ ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ആമസോണിൻ്റെ ബാഗ് ഉണ്ടായിരുന്നല്ലോ. അവൾ ആമസോണിൻ്റെ ബാഗുമായി ആ ടെറസിൻ്റെ 21ാമത്തെ തട്ടിൽ പോയിട്ട് ആ ആമസോണിൻ്റെ ബാഗ് എറണാകുളത്തെ ചവച്ചുകുട്ടിയിലേക്ക് എറിഞ്ഞപ്പോൾ 3 കിലോ 100 ഗ്രാം ഭാരമുള്ള എള്ളിൻ്റെ കളറുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നല്ലോ അതിൽ. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? മനസ്സിലായോ ഇപ്പോൾ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന്? പെൺകുട്ടികൾ ഇത് ഉപയോഗിച്ചാൽ അവർക്ക് ഗർഭവും മനസ്സിലായി. എനിക്കിത് കേട്ടപ്പോൾ സങ്കടം വന്നതെന്ന് അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം വന്നിന്? ഇപ്പോൾ എനിക്കെൻ്റെ ഭാര്യനെ ആലോചിക്കുമ്പോൾ നമുക്ക് കൊടുക്കുമെന്ന് തോന്നി. ഓള് 2 പ്രസവിച്ചിന് 7 ലക്ഷം റുപ്യ ചിലവാനക്ക്. പ്രസവിച്ച് വരുമ്പോൾ ഇളകരുത്, നിൽക്കരുത്, എന്തെല്ലോ തിന്നുവാൻ കൊടുക്കുന്നു. ഈ കുട്ടിയൊക്കൊന്നും അതൊന്നുമില്ല. പ്രസവിച്ചതും അറിയില്ല, പൊക്കിൾ കൊടി മുറിച്ചതും ആ കുട്ടി അറിയില്ല. ഇനിയത്തെ തലമുറ അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ ഈ ഡ്രഗിനെ കുറിച്ച് നല്ല ബോധമാണ്. അപ്പോൾ എന്താ ഇപ്പോൾ തൂഫാൻ ദ വാരിയർ എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് അതിൻ്റെ സർവ്വശക്തി എടുത്തിട്ട് പോരാട്ടത്തിന് ഇറങ്ങിയെന്ന് മനസ്സിലായോ? ഇനി പ്രണയത്തിൻ്റെ പേരിൽ എന്താ നമ്മളെ മക്കൾ ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ പ്രണയത്തിൻ്റെ പേരിൽ ഇതൊന്ന് ചുണ്ടിലേക്ക് ഇറങ്ങിയാൽ 48ാമത്തെ മണിക്കൂറിൽ ആ പെൺകുട്ടിയോ ആ ആൺകുട്ടിയോ ഈ സ്രോതസ്സിലേക്ക് കടന്നു വരും. എനിക്ക് എത്ര പെൺകുട്ടിയെ പ്രണയിക്കുന്നതിന് എന്താ മടി? അവിഹിത ഗർഭങ്ങൾ കൂടാൻ എന്താ കാരണം? കൊലപാതകങ്ങൾ, സൂയിസൈഡ് എന്ത് കൂടാൻ കാരണം എന്താ? നല്ല കുടുംബത്തിലെ ചങ്ങായി ഇത് ഉപയോഗിക്കുമ്പോൾ വിഡ്രോവേ സിൻഡ്രത്തിൻ്റെ ഭാഗമായി ഈ ജീവിതം അവസാനിപ്പിച്ച് കളയണമെന്നുള്ള തോന്നലുകൾ ഉണ്ടാവുന്നത് ഈ രാസലഹരിയുടെ ഇമ്പാക്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തോ ഇത്? അപ്പോൾ ഈ നാട് നശിക്കാതിരിക്കാൻ കേരളം, ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായും എല്ലാ കാരണത്തിലും കേരളം നമ്പർ 1 ആണ്. ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, എല്ലാത്തിലും. പക്ഷേ നിങ്ങളും ഞാനും അറിയേണ്ടുന്നൊരൊറ്റ കാര്യം, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് കേരളത്തിൽ. എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് നടക്കുന്നത്? പറ. ഡൈവേഴ്സ് നടക്കാൻ കാരണം പൊരുത്തപ്പെടലുകളില്ലാത്തതുകൊണ്ട്. എന്താ പൊരുത്തപ്പെടലില്ലാത്തത്? ഞാൻ അയാംതി എന്ന് പറയുന്ന ഒരു തോന്നലുകൾ ഈ സാധനം. പക്ഷെ ഒരു കാര്യം മാത്രം നമുക്ക് ഉറപ്പിക്കാം, അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് ജീവിക്കുന്ന എറണാകുളത്തും ബാംഗ്ലൂരിലും ഉള്ള കുട്ടികൾ ഈ ലോകത്ത് നശിച്ചു പോയിട്ടില്ല. ഹോസ്റ്റലിലും ഫ്ലാറ്റിലും ഒക്കെ ജീവിക്കുന്ന കുട്ടികളാണ്. അതിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്നറിയോ? ഞാൻ ഒറ്റ എക്സാമ്പിൾ, ഈ ഹാളിനെ തന്നെ എടുത്തു. ഈ ഹാളിൽ ഇപ്പം എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടോ? നിങ്ങൾ ഒന്നും കാണുന്നില്ലല്ലോ. ഈ ഹാളിൽ ഈ രാസലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യജന്മമുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, 1 കൊല്ലം കൊണ്ട് 9 പേരെ നശിപ്പിച്ചിരിക്കും. ഇപ്പോൾ സ്കൂൾ ക്യാമ്പസിൽ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ചങ്ങാതി ഉപയോഗിച്ചാൽ 1 കൊല്ലം കൊണ്ട് ഇത് ക്ലാസ് റൂമിൽ ഇരിക്കുന്നതിനൊരു പ്രശ്നമുണ്ടോ? ഇനി ഞാൻ ഇത് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാം? എൻ്റെ നാട് ഏറാമലയാണ്, കോഴിക്കോട് ജില്ലേൻ്റെ അങ്ങേയറ്റത്താണ്. ആ ഏറാമല പഞ്ചായത്തിൽ മാത്രം 2025 ഈ ലഹരി ഉപയോഗിച്ച് മരിച്ചു പോയത് 7 പേരാണ്. MBBS പഠിക്കുന്ന, എൻജിനീയറിങ്ങിന് പ്രാക്ടീസ് ചെയ്യുന്ന, MBBS അല്ലെങ്കിൽ BSc നേഴ്സിങ്ങിന് പഠിക്കുന്ന കുറേ കുട്ടികൾ. കുന്നുമക്കര പള്ളിപ്പറമ്പിൽ ഉറുമ്പരിച്ചും പുഴുവരിച്ചും മരിച്ചു കിടക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ദുബായിൽ നിന്ന് വന്ന ഉടനെ ഇവരുടെ അടുത്തേക്ക് വന്ന ഒരു കൈനാട്ടി റെയിൽവേ ട്രാക്കിലൊരു മരണം ഉണ്ടായിരുന്നു. എല്ലാവരും വിചാരിച്ച് ഇവൻ ഗൾഫിൽ നിന്ന് വന്ന അവിടെ ട്രെയിനിന് തലവെച്ചാന്നാ. ട്രെയിനിന് തലവെച്ചല്ല എന്ന് പിന്നീട് മനസ്സിലായി. ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഇവൻ ഇത് വേണ്ടി വന്ന ഉടനെ ഭാര്യയെ കാണാതെ എവിടെയാ പോയിട്ടുണ്ടാവുക? 48 മണിക്കൂറാകുമ്പോൾ ഈ കിട്ടുന്ന ആളിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവിടുന്ന് ഇവർ തമ്മിൽ കാറിൽ ഒന്നിച്ചിരിക്കും. ഇതിൻ്റെ ഇതങ്ങ് കൂടിപ്പോയി. ഇവൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് ഈ കൂട്ടുകാർ കൈനാട്ടി റെയിൽവേ പാലത്ത് നിന്ന് ഇവനെ റെയിൽവേ ട്രാക്കിൽ ഇട്ട് കളഞ്ഞ് ആ ട്രെയിൻ ഇടിച്ച് മരിച്ചുപോയില്ലേ. എൻ്റെ നാട്ടിൽ ഞാൻ 7 കൊല, ഇത് ശരിക്കും കൊലപാതകമായത്. പക്ഷെ ആരും ചർച്ച ചെയ്തില്ല. എന്താ ചർച്ച ചെയ്യാത്തത്? ഇങ്ങനെ 7 പേർ ഇതുപയോഗിച്ച് നശിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കണക്ക് പ്രകാരം 9, 7, 63 കുട്ടികൾ ആ പരിസരത്ത് ഇവൻ്റെ റേഞ്ചിലുള്ള ഇവൻ്റെ ചങ്ക് ബ്രോസ് ഈ ലോകത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് ആരെങ്കിലും ചർച്ച ചെയ്തു? അതിൽ 2 പേരെയാണ് കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ട്രെൻഡ് റെഡിയാണ്. താമരശ്ശേരിയിൽ ആ ഉമ്മയെ കൊന്ന ചങ്ങാതിയില്ലേ, ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നൊരു പെണ്ണിനെ കൊന്നിരുന്നു.
ആ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ കൊന്നത് ഈ ആദ്യം കൊന്നവൻ്റെ ഏറ്റവും അടുത്ത ചങ്ക് ബ്രോസാണ് അവൻ്റെ ഭാര്യനെ കൊന്നത്. മനസ്സിലായില്ലേ? ഇതിൻ്റെ ട്രെൻഡ് മനസ്സിലായില്ലേ? നിങ്ങൾക്കൊക്കെ ഈ ട്രെൻഡ് മനസ്സിലായി വരുമ്പോഴേക്ക് ഈ കേരളം കത്തിപ്പോയിക്കുണ്ടാവും. അവരെക്കാൾ ശക്തമായ കൊടുങ്കാറ്റായി നിങ്ങൾ മാറണം. അതുകൊണ്ടാണ് പറഞ്ഞത്, മതത്തെ തകർക്കാൻ, രാഷ്ട്രീയത്തെ തകർക്കാൻ, ഈ നാടിനെ തകർക്കാൻ, ദേശത്തെ തകർക്കാനുള്ള വിധ്വംസക ശക്തികൾ ഉപയോഗപ്പെടുത്തുന്നത് ഈ ഡ്രഗ്സിനെയാണെന്ന് നേതൃത്വവും ഭരണകൂടവും പറയാൻ കാരണം ഇത് തന്നെയാണ്. ശരിയാണോ? ഇപ്പം ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പോൾ എവിടെയാണ് പോരാട്ടം തുടങ്ങേണ്ടത്? സ്വന്തം വീടുകളിൽ നിന്ന് തുടങ്ങണം. അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കുട്ടികളില്ലേ, തങ്കപ്പെട്ട കുട്ടികൾ, ഈ കുട്ടികൾ അനുസരണയില്ല, സമൂഹത്തോട് നന്മയില്ല, തിന്മയില്ല എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ ഞാനൊരിക്കലും ഈ കുട്ടികൾക്ക് നന്മയില്ല എന്ന് പറയില്ല. കാരണം എൻ്റെ അനുഭവത്തിൽ നമ്മൾ ചേർത്ത് പിടിച്ച കുട്ടികളൊക്കെ നമ്മുടെ കൂടെ നിന്ന ചരിത്രമാണ്. ഒറ്റ എക്സാമ്പിളും കൂടി പറയുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഒക്കെ ഒരു സംക്ഷിപ്ത രൂപം നിങ്ങൾക്ക് തരാൻ പറ്റുന്നവയായിരിക്കും. ഞാൻ പറഞ്ഞത് എന്താ, അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും അടികൂടുന്ന വീട്ടിലെ കുട്ടിയാണ് ഡ്രഗ്സിനും പ്രണയത്തിനും ഇരയാവുന്നതെന്നല്ലേ, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നതല്ലേ ഞാൻ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ മൊബൈൽ ഫോണിൻ്റെ ഒരു കാര്യം കൂടി, ഇത് മൊബൈൽ ഫോണും ബൈക്കും ഇതൊക്കെ ഒരു ഇൻ്റർലിങ്ക്ഡാണ്. മൊബൈൽ ഫോണും നല്ല ബൈക്കും ഉള്ള കുട്ടികളെയാണ് ഈ ലഹരി മാഫിയക്ക് വേണ്ടത്. എന്നാലല്ലേ ഈ സാധനം എത്തിക്കാൻ പറ്റൂ. ഇവർ ഇതിൻ്റെ കണ്ണികളാണ്. അത് നിങ്ങളെ മക്കളില്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളെ മക്കളുടെ ഫ്രണ്ട്സ് അങ്ങനെയാണെങ്കിൽ 2 എക്സാമ്പിളാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചത്. അന്ന് കോഴിക്കോട് മാതൃഭൂമിക്ക് വേണ്ടി ഞാനിങ്ങനെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു ടീച്ചറെ വീട്ടിലായിരുന്നു ക്ലാസ്. ആ ടീച്ചറുടെ ഭർത്താവ് ഒരു എൻജിനീയറാണ്. അവരുടെ മോനാണ് +2-ൽ 100% മാർക്ക് കിട്ടിയിട്ട് ആ വേദിയിൽ അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. പരിപാടി തുടങ്ങുമ്പോൾ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒരു വണ്ടി ആ വീട്ടിലേക്ക് വന്നിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഒരു ചെക്കൻ ചൂണ്ടിക്കാണിച്ചത് ഈ എൻജിനീയറുടെ മോനെയാണ്. നമ്മൾ വിചാരിച്ചു പിന്നെ അപ്പോൾ എല്ലാവരും പറഞ്ഞു, പോലീസ് ഇങ്ങനെ ഒരു മഹത്തായ പരിപാടി നടക്കുമ്പോൾ നിങ്ങൾ ഈ ചങ്ങായിനെ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാന്നൊക്കെ ചോദിച്ച് പോലീസിനെതിരെ എതിർ പറഞ്ഞപ്പോൾ ആ ചെക്കൻ വന്ന് ഈ മോൻ്റെ കൈ പിടിച്ചപ്പോൾ ഇല്ലേ, ഓനൊരു കൂസലില്ലാണ്ട് ഇറങ്ങി അങ്ങ് പോയി. പോലീസ് ചോദിച്ചു, എവിടെയാണ് നീ ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? ഇവൻ എവിടെയാണ് കൂട്ടിക്കൊണ്ടുപോയെന്ന് അറിയാം പോലീസിനാ? ഇവനൊരു ബെഡ്റൂമുണ്ട്, ഇവൻ നല്ലൊരു ബെഡ്റൂം ഒരുക്കി കൊടുത്തിട്ടുണ്ടോ എൻ്റെ അച്ഛൻ. പക്ഷേ ഇവൻ പോലീസിൻ്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയത് എൻ്റെ അച്ഛനും അമ്മയും കിടക്കുന്ന ബെഡ്റൂമിലാണ്. അച്ഛനും അമ്മയും ഉറങ്ങിക്കിടക്കുന്ന ബെഡ്റൂമിൻ്റെ മേലെ ഒരു തട്ട് ഇവൻ കയറിയിട്ട് എന്ത് ചെയ്യുന്നറിയോ, അവിടെ തുറന്നു നോക്കിയപ്പോൾ ഒരു പൊതിയെടുത്ത് ഈ പോലീസുകാരൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അതിൽ 9 ലക്ഷം റുപ്യൻ്റെ രാസലഹരി ഉണ്ടായിരുന്നു. +2-ൽ എന്ത് 100% കിട്ടിയിട്ടിരുന്ന എഞ്ചിനീയർ മോനായിട്ട് എന്താ കാര്യം? ലഹരി മാഫിയ എന്തിനാണ് എഞ്ചിനീയറിയും ഈ മാതൃക അധ്യാപകൻ്റെയും മോനെ തിരഞ്ഞെടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ കുട്ടീനെ ആരും സംശയിക്കില്ല. ആദ്യം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളെ ലഹരി മാഫിയ കൊടുക്കും, പോലീസിൻ്റെ മക്കളെ കൊടുക്കും, എക്സൈസിൻ്റെ മക്കളെ കൊടുക്കും. ഇവരെ കൊടുക്കുന്ന എന്തിനാ പറ? സമൂഹത്തിൽ പേരും നിലയും വിലയുമുള്ള മക്കളെയാ ഇവർ ട്രാപ്പ് ചെയ്യുക. എന്തിനാണ്? അവരുടെ കൂടെ നടക്കണ്ട എന്ന് ഈ നാട്ടിലെ മറ്റൊരു രക്ഷകർത്താവും പറയില്ല, ഒരു ടീച്ചറും പറയില്ല. നമ്മുടെ പേരാമ്പ്രയിൽ നിന്ന് ഇപ്പോൾ ആരെ പിടിച്ചേ? ഇന്നത്തെ പത്രം എടുത്ത് വായിച്ചു നോക്കുങ്ങൾ. പേരാമ്പ്രയിൽ നിന്ന് രാസലഹരിയുമായി പിടിച്ചത് 4 സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപികയാണ് പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയത്. അധ്യാപകന്മാരെപ്പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരു ലോകത്ത് അത് ട്രാപ്പിൽപ്പെടുന്നതാണ്. മലപ്പുറത്ത് നിന്ന് പോലീസുകാർ പോലും ഇത് ഉപയോഗിച്ച് തുടങ്ങി. ആ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് പേടിയാണ്. ഇതിനെതിരെ സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പേടി എന്താ അറിയോ? ഞാനിപ്പോൾ എൻ്റെ ഇതൊക്കെ പറഞ്ഞ് മക്കളെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മക്കളോ ഭാര്യയായിട്ട് നാളെ ഒളിച്ചോടിയിട്ടുണ്ട് എങ്കിൽ ഈ പെരിന്തൽമണ്ണയിൽ എന്നെ കേട്ട ആളുകൾ എന്താ പറയുക, അവൻ്റെ ക്ലാസ് എഞ്ചിനീയറിനും അവൻ്റെ ഭാര്യയും പോയി എന്നൊക്കെ പറയുമ്പോൾ അത്, പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യ പോയാലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ ക്ലാസ് കേട്ട് ഒരാളെങ്കിലും സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി മക്കളെ സംശയത്തോടു കൂടി നിരീക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ നോക്കുന്ന രക്ഷാകർത്താക്കളുണ്ട് കേട്ടാ. ഞാൻ നിങ്ങളാരും എന്താണെന്നറിയോ, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഗൗരവത്തിലെടുക്കാത്ത എന്താ അറിയോ? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ ഈ കർപ്പൂരവും ഇതും കണ്ടാൽ എങ്ങനെയാണ് മനസ്സിലാവുമെന്ന് നിങ്ങൾ ചോദിച്ചാ? ഈ കൽക്കണ്ടവും രാസലഹരിയും കണ്ടാൽ എങ്ങനെയാണ് മനസ്സിലാവുമെന്ന് നിങ്ങൾ ചോദിച്ചാ? ഇല്ലല്ലോ. ഇത് വളരെ സിമ്പിളാണ്. രാസലഹരി തുറന്നു വെച്ചാൽ അലിഞ്ഞു പോകും, കൽക്കണ്ട അലിഞ്ഞു പോവില്ല. അതുകൊണ്ട് തന്നെ ഈ രാസലഹരി എപ്പോഴും ലേസിൻ്റെ പാക്കറ്റ് പോലെ, ഷാംപൂ സാഷെ പോലെ എയർ ടൈറ്റ് ബാഗിൻ്റെ ഉള്ളിലുണ്ടാകുക. പറഞ്ഞാൽ മനസ്സിലായോ? രണ്ടാമതൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചില്ല. ഉള്ളിയേരി ഇത് മൈക്രോ മില്ലി ചുണ്ടിലെത്തിയാൽ മതി എന്നല്ലേ ഞാൻ പറഞ്ഞത്?
അങ്ങനെയാണെങ്കിൽ ഉള്ളേരിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടിച്ചത് 2.5 കിലോ ആണ്. നടക്കാവിൽ നിന്ന് 3.5 കിലോ. നിങ്ങളെ പെരിന്തൽമണ്ണയിൽ നിന്ന് പിടിച്ചു, പാലക്കാട് നിന്ന് പിടിച്ചു, തിരുവനന്തപുരത്ത് നിന്ന് പിടിച്ചു, എറണാകുളത്ത് നിന്ന് പിടിച്ചു. എല്ലാം കൂടി നമ്മൾ പിടിച്ചത് 14 കിലോ സംതിങ് രാസലഹരിയാണ് തൂഫാന് ശേഷം പിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ 14.5 കിലോ കൊണ്ട് ഈ കേരളം മുഴുവൻ ഭ്രാന്തന്മാരാവണ്ടേ? എന്താ ഭ്രാന്തന്മാരാവാതെ പോയത്? ഈ സാധനമില്ലേ, തുറന്നു വെച്ചാൽ അലിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇവർ തുറന്നിട്ട് ഇതിൽ കൂവപ്പൊടി നിറക്കും. തുറക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കും? ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ പോയി പോവും. ഈ നമ്മളെപ്പോലത്തെ പൊട്ടന്മാർ 3000 റുപ്യക്ക് കൂവപ്പൊടി തൊണ്ടയിലിട്ടിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് ഈ നാട് അത്ര അങ്ങ് നശിച്ചു പോകാത്തത്. പക്ഷേ ഈ സാധനം കൃത്യമായി തൊണ്ടയിലിടുന്നവനൊക്കെ നശിക്കുന്നുണ്ട്. ഇനി ഇതെപ്പോഴാണ് പോലീസിന് മനസ്സിലായത്? നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി? ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. പോലീസിന് എപ്പോഴാണ് മനസ്സിലായത്? താമരശ്ശേരിയിൽ പോലീസുകാരൻ ചോറ് നിന്നൊരു ഹോട്ടലുണ്ടായിരുന്നു. ഒരു ഉച്ച സമയത്ത് പോലീസുകാരൻ ആ ഹോട്ടൽ വിട്ടിട്ട് വേറൊരു ഹോട്ടലിലേക്ക് ചോറ് നിന്നും പോയി. അപ്പോൾ ആ സൈഡ് കൂടി വരുന്ന ഒരു ചെക്കൻ ബൈക്ക് പോലീസിനെ കണ്ടപ്പോൾ ബൈക്ക് ഒരൊറ്റ കറക്കലും ഒരൊറ്റ പോക്കും. ചെക്കൻ ഊരി സ്ലിപ്പായി അവിടെ വീണ്. പോലീസ് ഓടിപ്പോയില്ല. കാരണം പോലീസ് ഓടിപ്പോകാത്തതെന്നറിയോ? ആളുകൾ കണ്ടാൽ പറയും പോലീസ് ഓടിച്ചിട്ടാ മരിച്ചതെന്ന് പറയും. പക്ഷെ ചെക്കൻ പോലീസിനെ കണ്ടത് വീണ്ടും ബൈക്കുമ്പോൾ കയറി വീണ്ടും ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ പേടിച്ചിട്ട് ബൈക്ക് ശരിക്കും ഒന്ന് മറിഞ്ഞു വീണപ്പോൾ പോലീസ് ഓടിപ്പോയി. ഇവൻ പോലീസ് അടുത്തെത്തിയപ്പോഴും ഇവൻ്റെ കീസയിൽ നിന്നുള്ളൊരു പാക്കറ്റ് എടുത്ത് ഒരൊറ്റ വിഴുങ്ങലും. പിന്നീട് പോലീസ് കാണുന്ന കാഴ്ച എന്താ അറിയോ? ഈ റോഡിൽ ഇവൻ തല അടിച്ച് മരിച്ചു എന്നാണ്. പോലീസിൻ്റെ മുമ്പിൽ നിന്ന് പാമ്പ് തലതല്ലുന്ന പോലെ തലതല്ലി മരിച്ചുപോയി. ആ പോലീസുകാർ മുഴുവൻ ജയിലിൽ പോയില്ലേ? പോലീസ് കൊന്നതാന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വായിച്ചില്ലേ നിങ്ങൾ? എപ്പോഴാണ് ഇങ്ങനെ ഒരു രാസലഹരി വന്നത് മനസ്സിലായത്? താമരശ്ശേരിയിൽ ആ ചെക്കൻ മരിച്ചപ്പോഴാണ്, അമ്മയെ കൊന്നപ്പോഴാണ് ഇതാണ് രാസലഹരി എന്ന് പോലീസിന് മനസ്സിലായത്. ഇത് കൊറോണ വന്ന പോലെയാണ്. കൊറോണ വന്നപ്പോൾ ഞാനിത് തന്നെ പറഞ്ഞു. കൊറോണ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ചൈനയിലെ വുഹാനിൽ എന്തോ വന്നിട്ടുണ്ട് പോലും, കാണുമ്പം പകരും പോലും. ഇവിടുത്തെ നമ്മളെല്ലാം എന്താ പറഞ്ഞത്? ചൈനക്ക് കിട്ടണം, ഒരു ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിറക്കുന്ന നാടാ, ഓലി നശിച്ച് പണ്ടാറിറങ്ങണം. പക്ഷേ 14ാമത്തെ ദിവസങ്ങളെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള റോഡ് പോലീസ് അടച്ചപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് 14 ദിവസം മുമ്പേ ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള തുടങ്ങിയ ആ വൈറസ് ഇടത്തേക്ക് എത്തി, നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് എത്തി എന്ന് മനസ്സിലായത്. അതേപോലെ ഈ സാധനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളെ വീട്ടിലേക്ക് എത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ആ പ്രതീക്ഷിക്കുന്നിടത്ത് പോരാളിയായി മാറുമ്പോൾ മാത്രമേ ഇത് നിങ്ങളെ ഈ ലക്ഷ്യം പോരാട്ടം കൈവരിക്കാൻ പറ്റൂ. ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ക്ലാസ് ഏകദേശം നിർത്താനായി. എന്തായാലും ഇതിൻ്റെ ഒരു ലക്ഷണവും കൂടി പറഞ്ഞിട്ട് വേണ്ടേ നിർത്താൻ. നിങ്ങളെ മക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കിയോ സാർ? നിങ്ങളെ ഭർത്താവ് ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കി. ഞങ്ങൾ വളരെ സിമ്പിളാണിത്. അമ്മയായാൽ ഉമ്മയായാൽ ടീച്ചറായാൽ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ചുണ്ട് ഡ്രൈ ആവും, ഇത് ഉപയോഗിക്കുമ്പോൾ ചുണ്ടില്ലേ ഉണങ്ങിപ്പിടിച്ച പോലെ ഉണ്ട്, അത് നോക്കാൻ പറ്റുമല്ലോ. രണ്ടാമത്തെ കണ്ണുള്ളിലേക്ക് ഇറങ്ങിപ്പോവും. 3 കവിള് ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങും. 4ാമത്തെ പ്രത്യേകത, ഇത് ഉപയോഗിക്കുന്ന കുട്ടി 48 മണിക്കൂർ ഉറങ്ങൂല, അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമല്ലോ. നിങ്ങളെ മക്കളും നിങ്ങളെ ഭർത്താവ് ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റുമല്ലോ. 48 മണിക്കൂർ ഉറങ്ങൂല. ഭക്ഷണം കഴിക്കില്ല, കഴിക്കുമ്പോൾ മരണ കഴിക്കൽ, തിന്നാത്ത നേരത്തെ ഒന്നും തിന്നൂല, തിന്നുമ്പോൾ മരണത്തീറ്റി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി, തണുത്ത വെള്ളം മാത്രമേ ഇവർ കുടിക്കൂ. ഐസും കട്ട പോലത്തെ വെള്ളം കുടിക്കൂറ്റുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? 4ാമത്തെ പ്രത്യേകത, ഡ്രസ്സിൻ്റെയും ശരീരത്തിൻ്റെയും മുടീൻ്റെ എല്ലാം ഭാവത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവും. അവിടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളോട് പറയാനുള്ളത്, ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഒരു സൊല്യൂഷനും കൂടി പറഞ്ഞ് നമുക്ക് ക്ലാസ് വേണ്ടി ചെയ്യാം. അപ്പോൾ സൊല്യൂഷൻ വേണ്ടേ? എല്ലാവരും എന്നെ ഒന്നും കൂടി നോക്ക്, എന്നെ ഒന്ന് നോക്ക്, നിങ്ങൾ നല്ലോണം നോക്ക്. നിങ്ങൾ മനുഷ്യന്മാരാണോ? യെസ് ഓർ നോ? ഒന്നും കൂടി ഒച്ചത്ത് പറ. കുറച്ചാൾ ഇങ്ങനെ നോക്കുക മനുഷ്യനാണോ എന്ന്. മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? മനുഷ്യൻ്റെ ഏറ്റവും വലിയ സവിശേഷ പ്രത്യേകത, ബുദ്ധിയുള്ള ആളെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചോളി. ലഹരിയുമായി ബന്ധപ്പെടുത്തി, മൊബൈൽ ഫോണുമായി ബന്ധപ്പെടുത്തി, പ്രണയവുമായി ബന്ധപ്പെടുത്തി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ വീട്ടിലൊക്കെ മനുഷ്യന്മാരുണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ മനുഷ്യൻ്റെ 7ാമത്തെ സവിശേഷ സ്വഭാവം നിങ്ങൾക്കെല്ലാം ഉണ്ടാവണം. 7ാമത്തെ സവിശേഷ സ്വഭാവം എന്താ? മനുഷ്യന്മാർ ഉറങ്ങണം. രാത്രിയാണോ രാവിലെയാണോ സാർ ഉറങ്ങേണ്ടത്? രാത്രി. ഞാൻ പറയില്ല, നിങ്ങൾക്ക് എല്ലാം അറിയുകയും ചെയ്യാം. ഒരു മനുഷ്യൻ എത്ര മണിക്കൂർ ഉറങ്ങണം? 8 മണിക്കൂർ ഉറങ്ങണം. ലഹരിക്കെതിരെയുള്ള തൂഫാൻ നിങ്ങളെ വീട് തുടങ്ങിക്കോളി. ഇന്നു മുതൽ നിങ്ങളുടെ വീട്ടിൽ
രാത്രി 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണം, ബാപ്പയും ഉമ്മയും ആദ്യം കിടക്കണം, കുട്ടി ഓട്ടോമാറ്റിക്കായി കിടന്നോളും. പറ്റുമോ നിങ്ങൾക്ക്? രാത്രി ഉറക്കമൊഴിഞ്ഞ് നടക്കുന്ന കുട്ടികളെ നിങ്ങൾ സംശയിക്കണം. ഇപ്പം ഞങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. രാസലഹരി ഉപയോഗിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. ഒരു ഏറ്റവും സ്പെഷ്യാലിറ്റിയും കൂടി നോക്കാം. ഇത് ഉപയോഗിക്കുന്ന മനുഷ്യക്കുട്ടിക്ക് നേരെ കിടക്കാൻ പറ്റില്ല, എസ് പൊളച്ചിട്ട പോലെ കിടക്കുക. ഓക്കെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചെന്ന് നോക്കുമ്പോൾ ഈ കുട്ടി എസ് പോലെ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പറേഷൻ തൂഫാൻ ഒരു കൊടുങ്കാറ്റായി കേരളക്കരയിൽ ആഞ്ഞു വീശുമ്പോൾ ലഹരിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ ഒരു പടനായകൻ ഇതാ വള്ളുവനാടിന്റെ മണ്ണിലേക്ക് തൂഫാൻ വാരിയേഴ്സിന് നടുവിലൂടെ കടന്നു വരുന്നു. നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം ഈ പടനായകനെ. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് യുവതയുടെ ആവേശമായി മാറിയ പോരാട്ട വീര്യങ്ങളുടെ സമരനായകത്വം ഏറ്റെടുത്തുകൊണ്ട് ഒടുക്കം ഈ കേരള സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത് മരണവ്യാപാരികളോട് തുല്യതയില്ലാത്ത യുദ്ധപ്രഖ്യാപനം നടത്തുന്ന സമാദരണീയനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ദ ഹോണറബിൾ ഹോം മിനിസ്റ്റർ ഓഫ് കേരള രമേശ് ചെന്നിത്തല അവറുകൾക്ക് നിറകയ്യടികളോടെ തൂഫാൻ വാരിയേഴ്സിന്റെ നടുവിലൂടെ പെരിന്തൽമണ്ണയുടെ ജനനായകൻ നജീബ് കാന്തപുരം സാഹിബിന്റെ കൂടെ കടന്നു വരുന്നു മെഗാ തൂഫാൻ 2K26. നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ്. സൈഡിൽ നിൽക്കുന്ന എല്ലാവരും, മുന്നിൽ നിൽക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് സൈഡുകളിലേക്ക് മാറണം. മുന്നിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾ ദയവ് ചെയ്ത് പുറകോട്ട് മാറി ഈ കസേരകളിൽ വന്നിരിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്നു.